ദൈവതിരുനാമത്തിന് ഉണ്ടായിരിക്കട്ടെ. കർത്താവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഇന്നത്തെ വേദപഠന ശുശ്രൂഷയിലേക്ക് നിങ്ങളെ എല്ലാവരെയും ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായവും 47-ാം സങ്കീർത്തനവുമാണല്ലോ പഠിക്കുന്നത്. പരിശുദ്ധ ദൈവമാതാവിൻ്റെ ജനന പെരുന്നാളിലേക്കുള്ള പ്രയാണത്തിലൂടെ നാം കടന്നു പോവുകയാണല്ലോ. പരിശുദ്ധ അമ്മയുടെ ജനന പെരുന്നാൾ സ്വർഗം ആദരിച്ചതുകൊണ്ട് നമ്മളും അത് ആദരപൂർവ്വം കൊണ്ടാടുവാനായിട്ട് പരിശ്രമിക്കുകയാണല്ലോ. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം ഈ നാളുകളിൽ ശക്തമായി നമുക്കെല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് ആദ്യമേ പ്രാർത്ഥിക്കുകയാണ്. ഇന്നത്തെ ഈ ശുശ്രൂഷ പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ആരംഭിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാകപ്പെടണമേ. നിന്റെ രാജ്യം വരേണമേ. നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമാകുന്ന ഈ അപ്പം എന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, എന്നെയോ ദുഷ്ടത ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. ഞങ്ങളുടെ കർത്താവ് നിന്നോട് കൂടെ സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരഫലമായ യേശുമിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള കന്യക മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് ദൈവം തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം അങ്ങനെ ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്: അനന്തരം പരീശന്മാരും സാദൂക്യരും അടുക്കെ വന്നു ആകാശത്ത് നിന്ന് ഒരു അടയാളം കാണിച്ചു തരണമെന്ന് അവനെ പരീക്ഷിച്ച് ചോദിച്ചു. പ്രിയപ്പെട്ടവരെ, യേശുവിനെ ഒത്തിരി ആളുകൾ സമീപിക്കുകയും ഒത്തിരി കാര്യങ്ങൾ ചോദിക്കുകയും ചെയ്തതായിട്ട് സുവിശേഷത്തിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. വന്ന ഭൂരിഭാഗം ആളുകളും യേശുവിനെ പരീക്ഷിച്ചുകൊണ്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുകയല്ല ചെയ്യുന്നത്. യേശുവിൽ നിന്ന് അറിവ് ലഭിക്കാനും അല്ലെങ്കിൽ സൗഖ്യം ലഭിക്കാനും അതുമല്ലെങ്കിൽ അവർക്ക് ശിഷ്യന്മാർ ചോദിക്കുന്നുണ്ട്, കർത്താവേ, ഉപമ ഞങ്ങൾക്ക് മനസ്സിലായില്ല, അത് പറഞ്ഞു തരണമെന്നൊക്കെ യേശുവിനോട് ചോദിക്കുന്നുണ്ട്. അങ്ങനെയുള്ളൊരു ചോദ്യമല്ല ഇവിടെ നാം കാണുന്നത്. മറിച്ച് ആ ചോദ്യത്തിൻ്റെ അവസാന ഭാഗത്ത് തന്നെ എഴുതി വെക്കുന്നുണ്ട്, അവനെ പരീക്ഷിച്ചുകൊണ്ട് ചോദിച്ചു എന്ന് രേഖപ്പെടുത്തി വെച്ചിരിക്കുക. നമുക്കറിയാം, യേശുവിൻ്റെ ചുറ്റും എന്നും പരീശന്മാരും സാദൂക്യരും അവനിൽ കുറ്റം ആരോപിക്കുവാൻ തക്കവണ്ണം നോക്കി പാർത്ത് അതിനു വേണ്ടി പരിശ്രമിച്ചുകൊണ്ട് നടക്കുന്നതായിട്ട് സുവിശേഷത്തിൽ എല്ലായിടങ്ങളിലും നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ഒത്തിരി കുറ്റപ്പെടുത്തലുകൾ യേശുവിനെ നേരിടേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ ഒരു കാര്യത്തിലും യേശുവിനെ പരാജയപ്പെടുത്തുവാനായിട്ട് അവർക്ക് സാധിക്കുന്നില്ല. അതിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ഒരു കയ്പൊക്കെയാണ് യേശുവിനെ പരീക്ഷിച്ചുകൊണ്ട് അവർ ചോദിക്കുകയാണ്. ആകാശത്ത് നിന്ന് ഒരടയാളം കാണിച്ചു തരണമെന്ന് അവനെ പരീക്ഷിച്ച് ചോദിച്ചു. ഈ ചോദിച്ചവരാരാണെന്ന് ആദ്യം തന്നെ എഴുതുന്നുണ്ട്: പരീശന്മാരും സാദൂക്യരും. പരീശന്മാരെന്ന് പറഞ്ഞാൽ വേദ പണ്ഡിതന്മാരാണ്. അതായത് പഴയ നിയമ ഗ്രന്ഥം, പ്രത്യേകിച്ച് തോറ, അതായത് ആദ്യത്തെ 5 പുസ്തകങ്ങൾ, ഇത് യഹൂദന്റെ അടിസ്ഥാന പ്രമാണമാണ്. ആ തോറായിലെ നിയമങ്ങളെല്ലാം നന്നായിട്ട് പഠിക്കുകയും നിയമം പാലിക്കാനായി ജനത്തെ നിർബന്ധിക്കുകയും ചെയ്യുന്ന ഒരു കൂട്ടരാണ് പരീശന്മാർ. സാദൂക്യർ എന്ന് പറയുന്നത് ആ കാലഘട്ടത്തിലെ പുരോഹിത ഗണത്തിൽപ്പെട്ടവരാണ് സാദൂക്യർ. നമുക്കറിയാം, ഇവര് യേശുവിനെ എന്ത് ചെയ്തു എന്ന് പറയുന്നത് യാചനാപൂർവം യേശുവിനോട് ചോദിച്ചു എന്നല്ല എഴുതി വയ്ക്കുന്നത്, മറിച്ച് പരീക്ഷിച്ച് ചോദിച്ചു. അതായത് യേശുവിനെ പരീക്ഷിച്ച് ചോദിക്കുക എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കിടക്കുന്നത് അഹങ്കാരമാണ്. അതായത് യേശുവിനെ പരാജയപ്പെടുത്തി ഞങ്ങൾ അവനെ കീഴ്പ്പെടുത്തുമെന്നുള്ളൊരു അഹങ്കാര ചിന്തയോടുകൂടെയാണ് ചോദിക്കുന്നത്. നമുക്കറിയാം, പരീശന്മാരും സാദൂക്യരും ആളുകളുടെ കാഴ്ചപ്പാടിൽ ആത്മീയ ജീവിതത്തിൻ്റെ വക്താക്കളാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഈ ആത്മീയ ജീവിതത്തിലേക്ക് പ്രവേശിച്ച് എങ്ങനെ ഒരു അപകടം കിടപ്പുണ്ട്. അതായത് കുറച്ച് പ്രാർത്ഥിക്കുകയും കുറച്ച് വേദപുസ്തകം പഠിക്കുകയും കുറച്ച് നന്നായിട്ടൊക്കെ ജീവിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു ചിന്ത രൂപപ്പെടാനായിട്ട് സാധ്യതയുണ്ട്. ഇല്ലെങ്കിൽ സാത്താൻ അങ്ങനെ ഒരു ചിന്ത കൊണ്ടുവന്ന് നമ്മളെ ആ കെണിയിൽ അകപ്പെടുത്താനായിട്ട് സാധ്യതയുണ്ട്. അതായത്
ഇപ്പോ നീ ആത്മീയനായി, നീ പ്രാർത്ഥിക്കുന്നവനായി, നീ വേദ പരിജ്ഞാനമുള്ളവനായി, അതുകൊണ്ട് എന്തുവാവാം, എന്ത് പറഞ്ഞാലും ഞാൻ പറയുന്നത് മാത്രമാണ് ശരി എന്നുള്ള ഒരു തെറ്റായ മിഥ്യാബോധം സാത്താൻ നമ്മുടെ ഉള്ളിൽ കൊണ്ടുവരും. ഈ പരീശന്മാരും സാധുക്യരും ആ ഒരു അവസ്ഥയിൽ എത്തിച്ചേർന്നായിരുന്നു. അതായത് യേശു അവരുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചിട്ടും ആ തെറ്റ് മനസ്സിലാക്കാതെ തങ്ങൾ ചെയ്യുന്നത് ശരിയാണെന്ന് സമർത്ഥിക്കാൻ പരിശ്രമിച്ചുകൊണ്ട് മുന്നോട്ട് പോയവരായിരുന്നു ഈ പരീശന്മാരും സാധുക്യരും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആത്മീയ ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അല്ലെങ്കിൽ അതിൽ വളർന്ന് വരുമ്പോൾ ഇങ്ങനെ ഒരു അവസ്ഥ നമുക്കും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതായത് ഞാൻ പറയുന്നതെല്ലാം ശരിയാണ്, ഞാൻ ശരിയാണ് എന്നുള്ള ചിന്താഗതി വന്നാൽ അത് പരാജയത്തിലേക്ക് നമ്മളെ നയിക്കും. അത് നമുക്കറിയാം. ഇതിൻ്റെ അവസാനം 4-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് എഴുതി വെക്കുന്നത്. 4-ാമത്തെ വാക്യത്തിന്റെ അവസാന ഭാഗം, പിന്നെ അവൻ അവരെ വിട്ടുപോയി എന്ന് എഴുതി വച്ചിരിക്കുക. അതായത് ഇങ്ങനെയുള്ള അവസ്ഥകളിലൂടെ നാം ജീവിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ കർത്താവ് നമ്മളെ വിട്ടുപോകും. ഒത്തിരി ഇടങ്ങളിൽ ഇത് എഴുതി വെക്കുന്നുണ്ട്. യേശു വിട്ടുപോകുന്നു എന്ന് പറയുന്നത് വിശ്വാസമില്ലാത്തടത്തുനിന്ന് യേശു വിട്ടുപോകുന്നുണ്ട്, യേശുവിനെ അംഗീകരിക്കാത്തടത്തുനിന്ന് യേശു വിട്ടുപോകുന്നുണ്ട്. അതോടൊപ്പം തന്നെ യേശുവിനെ പരീക്ഷിക്കുന്നവരുടെ അടുത്ത് നിന്ന് യേശു വിട്ടുപോകുന്നുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, യേശു നമ്മിൽ നിന്ന് മാറിപ്പോകുന്ന വിധത്തിൽ അല്ലെങ്കിൽ ദൈവചൈതന്യം നമ്മിൽ നിന്ന് മങ്ങിപ്പോകുന്ന തരത്തിലുള്ള ആത്മീയ ഭ്രാന്തയിലേക്ക്, അതായത് സ്പിരിച്വൽ പ്രൈഡിലേക്ക് വീണുപോകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുവാൻ നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. കാരണം പരീശന്മാരെ സാധുക്യരെയൊക്കെ ആ അവസ്ഥയിലേക്ക് നയിച്ചത് തന്നെ അവരുടെ മനസ്സ് അന്ധകാരപ്പെടുത്തി സാത്താനാണ് അവരെ ആ അവസ്ഥയിലേക്ക് നയിച്ചത്. അവരുടെ പാപം അനുദപിക്കാനോ അവരുടെ കുറവ് മനസ്സിലാക്കാനോ അവർക്ക് സാധിച്ചിരുന്നില്ല എന്ന് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. യേശുവിനോട് ഈ ചോദ്യം ചോദിക്കുമ്പോൾ യേശു അവരോട് ഇങ്ങനെ പറയുകയാണ്, സന്ധ്യാസമയത്ത് ആകാശം ചുമന്നു കണ്ടാൽ നല്ല തെളിവാകുമെന്നും രാവിലെ ആകാശം മൂടി ചുമന്നു കണ്ടാൽ ഇന്ന് മഴക്കോൾ ഉണ്ടാകുമെന്നും നിങ്ങൾ പറയുന്നു. എന്നിട്ട് യേശു പറയുകയാണ്, ആകാശത്തിലെ ഭാവഭേദങ്ങൾ കണ്ടിട്ട് ഇത് എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നിങ്ങൾക്ക് അറിയാം. എന്നാൽ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കാലലക്ഷണങ്ങൾ വിവേചിപ്പാൻ കഴിയില്ലാത്തവരാണോ എന്ന് ഒരു ചോദ്യം യേശു അവരോട് ചോദിക്കുകയാണ്. കാലത്തിന്റെ ലക്ഷണങ്ങൾ, അതായത് പഴയ നിയമത്തിലും പ്രത്യേകിച്ച് മാലാഖി പ്രവാചകന്റെ പുസ്തകത്തിലൊക്കെ അന്ത്യകാലഘട്ടം ആണ് ഇത് എന്നുള്ളതിന്റെ സൂചനകൾ മാലാഖി പ്രവാചകനിലൂടെ അല്ല, പല പ്രവാചകന്മാരിലൂടെ യഹൂദന്മാർക്ക് ലഭിക്കുന്നുണ്ട്. പക്ഷേ അവരതിനെ വേണ്ട വിധത്തിൽ പരിഗണിക്കുന്നില്ല. നമുക്കും സുവിശേഷങ്ങളിൽ പലയിടങ്ങളിൽ യേശു തന്നെ അന്ത്യകാലഘട്ടത്തിന്റെ അല്ലെങ്കിൽ യേശുവിന്റെ 2ാമത്തെ വരവിന് മുന്നോടിയായി ഭൂമിയിൽ സംഭവിക്കേണ്ടതായ എല്ലാ കാര്യങ്ങളെ പറ്റിയും വ്യക്തമായിട്ട് മനസ്സിലാകുന്ന വിധത്തിൽ കർത്താവ് നമുക്ക് വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്. അതായത് സുവിശേഷങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ അത് കണ്ടെത്തും. പ്രത്യേകിച്ച് വിശുദ്ധ മത്തായിയിൽ 24-25 എടുത്ത് വായിച്ചാൽ മതി. നമ്മൾ ആയിരിക്കുന്ന കാലഘട്ടത്തെ പറ്റി 2000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ യേശു പ്രവചിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇതൊക്കെ വായിക്കുമ്പോഴാണ് നമ്മൾ ഏത് കാലഘട്ടത്തിലാണ് ജീവിക്കുന്നതെന്നും എങ്ങനെ ഈ കാലഘട്ടത്തിൽ ഒരുങ്ങി ജീവിക്കണമെന്നുള്ള ഒരു ഉൾക്കാഴ്ച നമുക്ക് കിട്ടുവാനായിട്ട് ഇടയാകും. എന്നാൽ ലേഖനങ്ങളിലും ഇതിനെ പറ്റിയുള്ള സൂചനകൾ തരുന്നുണ്ട്. അതായത് കാലലക്ഷണങ്ങൾ വിവേചിപ്പാൻ കഴിയുകയില്ലയോ എന്നുള്ള ചോദ്യം നമുക്കറിയാം. തീമോത്തിയോസിന്റെ പുസ്തകം എടുക്കുന്നുണ്ട്. 2 തീമോത്തിയോസ് 3-ാം അധ്യായം എടുക്കും. 2 തീമോത്തിയോസ് 3-ാം അധ്യായം 2 തീമോത്തിയോസ് 3-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. 2 തീമോത്തിയോസ് 3-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യം. കാലത്ത് ദുർഘട സമയങ്ങൾ വരുമെന്നറിയുക. മനുഷ്യർ സ്വസ്നേഹികളും ദ്രവ്യാഗ്രഹികളും പമ്പ് പറയുന്നവരും അഹങ്കാരികളും ദൂഷകന്മാരും അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവരും നന്ദി കെട്ടവരും അശുദ്ധരും വാത്സല്യമില്ലാത്തവരും ഇണങ്ങാത്തവരും ഏഷണിക്കാരും അജിതേന്ദ്രിയന്മാരും സൽഗുണദോഷികളും ദ്വേഷികളും ദ്രോഹികളും ദാഷ്ട്യക്കാരും നിഗുണികളുമായി ദൈവപ്രിയമില്ലാതെ ഭോഗപ്രിയരായി ഭക്തിയുടെ വേഷം ധരിച്ച് അതിന്റെ ശക്തി ത്യജിക്കുന്നവരായിരിക്കും. അങ്ങനെയുള്ളവരെ വിട്ടൊഴിയുക. പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ 2000 വർഷങ്ങൾക്ക് മുമ്പ് ലഭിച്ച
മുന്നറിയിപ്പുകളാണ്. അതായത് 2000 അല്ല, 1900 ശിഷ്ടം, അതായത് പൗലോസ് ശ്ലീഹായാണുള്ളത് എഴുതുന്നത്. AD 70 അദ്ദേഹം മരിക്കുന്നു. അപ്പൊ ഏകദേശം 1900 വർഷങ്ങൾക്ക് മുമ്പ് നമുക്ക് ലഭിച്ച മുന്നറിയിപ്പാണിത്. അതായത് അന്ത്യകാലഘട്ടത്തിൽ ദുർഘട സമയങ്ങൾ വരുമെന്ന് അറിയുക. അതായത് കാലം പഴയ കാലങ്ങളിലേക്ക് നോക്കിയാൽ ഏതൊരു കാലഘട്ടത്തെക്കാട്ടിലും അധികം ദുർഘടം നിറഞ്ഞ ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏത് മേഖലയിൽ എടുത്തു നോക്കിയാലും, അത് പ്രകൃതിയുടെ കാര്യത്തിലാണെങ്കിലും, ഇനി രാഷ്ട്രീയ മേഖലയാണെങ്കിലും, ഇനി ആത്മീയ മേഖലയാണെങ്കിലും, നമ്മുടെ ജീവിത സാഹചര്യങ്ങളാണെങ്കിലും എല്ലാം എടുത്തു നോക്കിയാൽ മതി. എല്ലായിടത്തും ഇതിന്റെ സൂചനകൾ ശക്തമായിട്ട് വന്നുകൊണ്ടിരിക്കുക. ഇനി അത് മുന്നോട്ട് പോകുന്നതോറും ഇത് ഇനി കൂടുതലായിട്ട് വരികയുള്ളൂ. എന്നിട്ട് പറയുന്ന മനുഷ്യർ സ്വസ്നേഹികളും ദ്രവ്യാഗ്രഹികളും വമ്പ് പറയുന്നവരും അഹങ്കാരികളും ദൂഷകന്മാരും അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവരും നന്ദി കെട്ടവരും അശുദ്ധരും വാത്സല്യമില്ലാത്തവരും ഇണങ്ങാത്തവരും ഏഷണിക്കാരും. ഇതൊക്കെ ഇങ്ങനെ വായിക്കുമ്പോൾ നമുക്കറിയാം ഇത് നമ്മൾ ജീവിച്ച പഴയ കാലഘട്ടത്തെക്കാൾ എത്രയോ അധികമായിട്ട് വർദ്ധിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പരീശന്മാരോട് കർത്താവ് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഈ കാലഗതിയെ എന്തുകൊണ്ട് തിരിച്ചറിയുന്നില്ല? അത് ചോദ്യത്തിന് അവരോടുള്ള ചോദ്യത്തിന്റെ ഉത്തരം എന്ന് പറയുന്നത്, യേശു ക്രിസ്തുവിന്റെ വരവിനെ പറ്റി നല്ല രീതിയിൽ മുന്നറിയിപ്പ് ലഭിച്ചവരാണ് ഈ യഹൂദന്മാർ. അതുകൊണ്ട് തന്നെ യേശു വരുമെന്ന് നന്നായിട്ട് അറിയാവുന്നവരും അത് നന്നായിട്ട് വിശ്വസിച്ചിരുന്നവരുമാണ് ഈ വ്യക്തികൾ, പ്രത്യേകിച്ച് പരീശന്മാരും സാദൂക്യരും. പക്ഷേ യേശു വരുമ്പോ യേശുവിനെ സ്വീകരിക്കാനോ മനസ്സിലാക്കാനോ ഇവർക്ക് സാധിക്കുന്നില്ല. അതുകൊണ്ടാണ് യേശു അവരോട് അങ്ങനെ ചോദിക്കുന്നത്. എന്നാൽ ഈ സുവിശേഷത്തിൽ നമ്മളോട് ഈ ചോദ്യം ചോദിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന യേശുവിന്റെ രണ്ടാമത്തെ വരവിന് വേണ്ടി കാത്തിരിക്കുന്ന ഗണമാണ് നമ്മൾ ഓരോരുത്തരും. അതുകൊണ്ട് തന്നെ ഈ രണ്ടാമത്തെ വരവിന് മുന്നേ ഭൂമിയിൽ സംഭവിക്കേണ്ട, സമൂഹത്തിൽ സംഭവിക്കേണ്ട കാര്യങ്ങളെ പറ്റിയെല്ലാം കർത്താവ് നമുക്ക് മുൻകൂട്ടി സൂചനകൾ തന്നിട്ടുണ്ട്. അതുകൊണ്ട് അതിന് ഒരുങ്ങി ജീവിക്കണം എന്നുള്ള ഒരു നിർദ്ദേശമാണ് കർത്താവ് ഇതിലൂടെ തരുന്നത്. എന്നിട്ട് യേശു അവരെ പറ്റി ഇങ്ങനെ പറയുകയാണ്, ദോഷവും വ്യഭിചാരവുമുള്ള തലമുറ അടയാളം തിരയുന്നു, യോനായുടെ അടയാളമില്ലാതെ അതിന് അടയാളം ലഭിക്കുകയില്ല. അതായത് യോനായുടെ അടയാളമില്ലാതെ ഒരടയാളം അവർക്ക് ലഭിക്കുകയില്ല എന്ന് പറയുകയാണ്. അതായത് ഒത്തിരി അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ടവരാണ് ഇവര്. പക്ഷെ എന്നിട്ടും എന്താ ചോദിക്കുന്നത്, ആകാശത്ത് നിന്ന് ഒരു അടയാളം കാണിച്ചു തരാനായിട്ട് പറയുക. ഇനി അത് കണ്ടാൽ വിശ്വസിക്കുമോ? അത് കണ്ടാൽ ഇവരെന്ത് പറയും? അതുകൊണ്ടാണ് യേശു ഒരു അത്ഭുതം കാണിച്ച് ഇവർ രക്ഷപ്പെടുത്താത്തത്. അതായത് അത് കണ്ടാലും ഇവര് പറയും ഇത് ഭൂതങ്ങളുടെ തലവനെ കൊണ്ട് യേശു ചെയ്തതാണെന്ന് ഇവര് പറഞ്ഞുകൊണ്ട് നടക്കും. കാരണം ഇവര് മാനസാന്തരപ്പെടില്ല എന്ന് ഇറങ്ങി നടക്കുന്ന മനുഷ്യരാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എങ്ങനെയുള്ള കഠിന ഹൃദയരാകരുതെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. കാലഘട്ടത്തിന്റെ ഗതിവിഗതികളെ മനസ്സിലാക്കി ജീവിതത്തെ നല്ല ഉണർവോടെ കാത്തു സൂക്ഷിക്കണമെന്ന് ദൈവത്തിന്റെ വചനം വിശുദ്ധ മത്തായിയിലും അതുപോലെ എല്ലാ സുവിശേഷങ്ങളിലും, യോഹന്നാന്റെ സുവിശേഷം ഒഴികെ ബാക്കി എല്ലാ സുവിശേഷങ്ങളിലും യേശുവിന്റെ രണ്ടാമത്തെ വരവിനെ പറ്റിയുള്ള ശക്തമായ സൂചനകളും അതിനെ എങ്ങനെ ഒരുങ്ങിയിരിക്കണം എന്നുള്ളതിന്റെ ആവശ്യകതയൊക്കെ നന്നായിട്ട് നമ്മളോട് ദൈവത്തിന്റെ ആത്മാവ് ആവശ്യപ്പെടുന്നുണ്ട് എന്നുള്ള കാര്യം സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുകയാണ്. യോനായുടെ അടയാളമല്ലാതെ അതിന് അടയാളം ലഭിക്കുകയില്ല എന്ന് പറഞ്ഞാൽ, യോനായുടെ അടയാളം എന്ന് പറയുമ്പോൾ യോന മത്സ്യത്തിന്റെ വയറ്റിൽ 3 ദിവസം കിടന്നതുപോലെ മനുഷ്യപുത്രനും ഈ ഭൂമിയുടെ ഉള്ളിൽ ഒരു കല്ലറയ്ക്കുള്ളിൽ 3 ദിവസം കിടക്കും എന്നുള്ളതിന്റെ സൂചനയാണ് യേശു ഇതിലൂടെ അവർക്ക് കൊടുക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അടുത്തത് 5 മുതലുള്ള വാക്യങ്ങൾ വായിക്കാമോ? 5 മുതൽ 8 വരെ വായിക്കാമോ? ശിഷ്യന്മാർ അക്കരെ പോകുമ്പോൾ അപ്പം എടുപ്പാൻ മറന്നുപോയി. എന്നാൽ യേശു അവരോട്, നോക്കുവീൻ, പരീശന്മാരുടെയും സദൂക്യന്മാരുടെയും പുളിച്ച മാവ് സൂക്ഷിച്ചുകൊള്ളുവീൻ എന്ന് പറഞ്ഞു. അപ്പം കൊണ്ടുപോരായികയാലായിരിക്കും എന്ന് അവർ തമ്മിൽ പറഞ്ഞു. അതറിഞ്ഞിട്ട് യേശു പറഞ്ഞത്, അല്പവിശ്വാസികളെ, അപ്പം കൊണ്ടുവരായികയാകിയാൽ തമ്മിൽ പറയുന്നത് എന്തേ? ഇപ്പോഴും നിങ്ങൾ തിരിച്ചറിയുന്നില്ലയോ? 5000 മതി. അതായത് ശിഷ്യന്മാരും യേശുവും 13ാമത്തെ വാക്യം വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. യേശു ഫിലിപ്പിന്റെ കൈസരിയുടെ പ്രദേശത്ത് എത്തിയ ശേഷം, അതായത് ഫിലിപ്പിന്റെ കൈസരിയുടെ പ്രദേശത്തേക്ക് പോകാൻ തക്കവണ്ണം
ഒരുപക്ഷെ ഗലീലയിൽ നിന്നായിരിക്കാം, അല്ലെങ്കിൽ മറ്റെവിടെന്നെങ്കിലും ആയിരിക്കാം. പോകാൻ അവര് പടകിൽ കയറി യാത്ര ആരംഭിക്കുമ്പോൾ ശിഷ്യന്മാർ അപ്പം എടുപ്പാനായിട്ട് മറന്നുപോയി. എന്നാൽ യേശു അവരോട്, അപ്പൊ ഇതിനിടയ്ക്ക് ഇവരിങ്ങനെ പെറുപെറുക്കുന്നുണ്ട്, അപ്പം എടുത്തിട്ടില്ല, ഇനിയിപ്പോ എന്താവും എന്നൊക്കെയുള്ള യേശുവിനോട്, ഇനി യേശുവിൽ നിന്ന് വഴക്ക് കേൾക്കാൻ സാധ്യതയുണ്ടോ എന്നുള്ള ഒക്കെ ഇവരുടെ ഇടയിൽ ഇങ്ങനെ പെറുപെറുത്തുകൊണ്ടിരിക്കുമ്പോ യേശു അവരോട് നോക്കുവേൻ, പരീശന്മാരുടെയും സാധുക്യരുടെയും പുളിച്ച മാവ് സൂക്ഷിച്ചു കൊള്ളുവിൻ എന്ന് പറഞ്ഞു. അപ്പൊ ശിഷ്യന്മാർ വിചാരിക്കുകയാണ് അപ്പം എടുക്കാത്തത് യേശു മനസ്സിലാക്കിയിട്ട് യേശു അതിനെ പറ്റിയാണ് പറഞ്ഞതെന്ന് ശിഷ്യന്മാര് വിചാരിക്കുകയാണ്. അപ്പോഴാണ് യേശു വീണ്ടും അതിന് മറുപടി പറയുകയാണ്, അല്പവിശ്വാസികളെ, അപ്പം കൊണ്ടുവരാകിയാൽ തമ്മിൽ തമ്മിൽ പറയുന്നത് എന്ത്? ഇപ്പോഴും നിങ്ങൾ തിരിച്ചറിയുന്നില്ലയോ? അതായത് ഇവരുടെ കൂടെ ഇരിക്കുന്ന യേശു ഇതിനു മുമ്പ് 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിക്കുകയും അതുപോലെ 7 അപ്പം കൊണ്ട് 4000 അതിലധികം ആളുകളെയൊക്കെ പോഷിപ്പിച്ചതായിട്ട് നമ്മൾ ഇതിന്റെ തൊട്ട് മുമ്പുള്ള അധ്യായത്തിൽ, അതായത് 15-ാം അധ്യായത്തിന്റെ അവസാന ഭാഗത്താണ് 4 അപ്പവും കുറച്ച് മീനും എടുത്ത്, 7 അപ്പവും മീനും എടുത്ത് 4000-ത്തിലധികം ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്നത്. ഇതൊക്കെ കഴിഞ്ഞ ഉടനെയാണ് ഇവര് യാത്ര ചെയ്യുന്നത്. അപ്പോഴാണ് അപ്പം എടുക്കാത്തതിന്റെ പേരിൽ ഇരുന്ന് പെറുപെറുത്തു കൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, യഥാർത്ഥത്തിൽ നമ്മളും ഇതേ അവസ്ഥയിൽ തന്നെയല്ലേ? അതായത് പടകിൽ യേശു ഉണ്ടായിട്ടും ജീവിതത്തിൽ യേശു കൂടെ ഉണ്ടായിട്ടും പലപ്പോഴും ഒരു പ്രയാസവും ഒരു പ്രതിസന്ധിയും ഒക്കെ വരുമ്പോ നമ്മൾ എത്രയധികമായിട്ട് ആകുലപ്പെടുകയും ഇതുപോലെ അവിശ്വാസത്തോടുകൂടെ ഇടപെടുകയും ചെയ്യാറുണ്ട്. അതുകൊണ്ടാണ് യേശു ചോദിക്കുന്നത്, ഇപ്പോഴും നിങ്ങൾ തിരിച്ചറിയുന്നില്ലയോ? നിങ്ങളുടെ ഏത് അവസ്ഥയിലും നിങ്ങളുടെ ഏത് സാഹചര്യത്തിലും ഇറങ്ങി വന്ന് നിങ്ങളെ രക്ഷിക്കുവാനും നിങ്ങളെ പോഷിപ്പിക്കുവാനും നിങ്ങളെ പരിപാലിക്കുവാനും കഴിവുള്ളവനാണ് യേശു എന്ന് നിങ്ങൾക്ക് ഇപ്പോഴും തിരിച്ചറിയുന്നില്ലയോ എന്നാണ് യേശു അവരോട് ചോദിക്കുന്നത്. അവരോട് മാത്രമല്ല, നമ്മളോടും യേശു ചോദിക്കുന്നത്. കാരണം ഈ ശിഷ്യന്മാർ അനുഭവിച്ചതുപോലെ എത്രയോ അനുഭവങ്ങൾ നമുക്കുമുണ്ട്. ദൈവം ഇറങ്ങി വന്ന് നമുക്ക് പ്രയാസങ്ങളുടെയും പ്രതിസന്ധികളുടെയൊക്കെ മധ്യേ പുതിയ വഴികൾ തുറന്നു തന്ന് ആ പ്രയാസങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നൊക്കെ നമ്മളെ കോരിയെടുത്ത് പുഷ്പം പോലെ രക്ഷിച്ച് നമ്മളെ അനുഗ്രഹിച്ച് നടത്തിയ വഴികളെയെല്ലാം, പഴയ കാലങ്ങളിൽ നടത്തിയ വഴികളെല്ലാം നമ്മുടെ ഓർമ്മയിൽ കിടപ്പുണ്ട്. പക്ഷെ ഒരു പുതിയ പ്രതിസന്ധി വരുമ്പോൾ വീണ്ടും ഈ ശിഷ്യന്മാരെ പോലെ അവിശ്വാസികളെ പോലെ ഇടപെടുന്ന ഒരു സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ടെങ്കിൽ കർത്താവ് എങ്ങനെ ചോദിക്കുന്നുണ്ട്, ഇപ്പോഴും നിങ്ങൾ തിരിച്ചറിയുന്നില്ലയോ? നിങ്ങളുടെ കൂടെ ഞാനുണ്ട് എന്നുള്ള തിരിച്ചറിവ് നിങ്ങൾക്ക് ഇല്ലയോ? പ്രിയപ്പെട്ടവരെ, ഈ തിരിച്ചറിവിന് പറയുന്ന പേരാണ് വിശ്വാസം. നിങ്ങൾക്ക് വിശ്വാസം ഇല്ലയോ? അതുകൊണ്ട് നല്ല വിശ്വാസം വേണം. നല്ല വിശ്വാസം വേണമെങ്കിൽ അതിന് ഞാൻ ഇതിനു മുമ്പ് ഒത്തിരി തവണ പറഞ്ഞിട്ടുള്ളതാണ്. 1 റോമർ 10:17, വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു. അതുകൊണ്ട് നന്നായിട്ട് വചനം വായിച്ച് ധ്യാനിച്ച് അതിന് പ്രകാരം ജീവിച്ചാൽ തന്നെ നല്ലൊരു വിശ്വാസം ഉണ്ടാകും. എന്നാൽ അബ്രഹാം പിതാവ്, അദ്ദേഹത്തിന് എങ്ങനെ വിശ്വാസം ഉണ്ടായത്? വേദപുസ്തകം വായിച്ചിട്ടാണോ? അല്ല, അത് ദൈവം ദാനമായിട്ട് കൊടുക്കുകയാണ്. അപ്പൊ ദൈവം ദാനമായിട്ട് വിശ്വാസം തരും. അപ്പോസ്തലന്മാർ അതുകൊണ്ടാണ് യേശുവിനോട് പ്രാർത്ഥിക്കുന്നത്, കർത്താവേ ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിച്ചു തരണമേ എന്ന് യേശുവിനോട് പ്രാർത്ഥിക്കുന്നു. അപ്പോ വിശ്വാസത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും യേശുവിന്റെ വചനം നല്ല ഹൃദയത്തോടെ നല്ല തുറവിയോടെ നമ്മൾ വായിച്ച് കേട്ട് കഴിയുകയും ചെയ്തു കഴിയുമ്പോൾ നമ്മുടെ വിശ്വാസം വർദ്ധിക്കും. അങ്ങനെ വിശ്വാസം വർദ്ധിച്ചു കഴിയുമ്പോൾ പ്രിയപ്പെട്ടവർ, ഏത് പ്രതിസന്ധി വന്നാലും നമ്മൾ കഴിഞ്ഞ ആഴ്ച പഠിച്ച ഒരു സങ്കീർത്തനം ഉണ്ടല്ലോ, 46-ാം സങ്കീർത്തനം, അതിന്റെ 2ഉം 3ഉം വാക്യങ്ങളൊന്ന് വായിച്ച്. 46-ാം സങ്കീർത്തനം 2ഉം 3ഉം വാക്യം. അതുകൊണ്ട് ഭൂമി മാറിപ്പോയാലും പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമധ്യേ വീണാലും അതിലെ വെള്ളം ഇരച്ചു കലങ്ങിയാലും അതിന്റെ കോപം കൊണ്ട് പർവ്വതങ്ങൾ കുലുങ്ങിയാലും നാം ഭയപ്പെടുകയില്ല. അതുകൊണ്ട് ഭൂമി മാറിപ്പോയാലും പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമധ്യേ വീണാലും അതിലെ വെള്ളം ഇരച്ചു കലങ്ങിയാലും അതിന്റെ കോപം കൊണ്ട് പർവ്വതങ്ങൾ കുലുങ്ങിയാലും നാം ഭയപ്പെടുകയില്ല. അപ്പൊ ഇത് ഇങ്ങനെ പറയാൻ പറ്റണമെങ്കിൽ അതിന് ആഴമേറിയ ഒരു വിശ്വാസം വേണം. അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടായി കഴിഞ്ഞാൽ ഒരിക്കലും യേശുവിൽ നിന്ന് ഇപ്പോഴും നിങ്ങൾ തിരിച്ചറിയുന്നില്ലയോ എന്നുള്ളൊരു ചോദ്യം കേൾക്കേണ്ട സാഹചര്യം നമുക്കും ഉണ്ടാവുകയില്ല എന്ന് മനസ്സിലാക്കുക.
അതിനുശേഷം യേശു പരീശന്മാരുടെയും സാധൂക്യന്മാരുടെയും പുളിച്ച മാവ് സൂക്ഷിച്ചു കൊള്ളണം എന്ന് പറഞ്ഞത് അപ്പത്തെ കുറിച്ചല്ല എന്ന് തിരിച്ചറിയാത്തത് എന്ത്? അങ്ങനെ അപ്പത്തിന്റെ പുളിച്ച മാവല്ല, പരീശന്മാരുടെയും സാധൂക്യരുടെയും ഉപദേശം അത്രേ സൂക്ഷിച്ചു കൊള്ളുവാൻ അവൻ പറഞ്ഞു എന്ന് അവർ ഗ്രഹിച്ചു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എല്ലാ ഉപദേശങ്ങളും സ്വീകരിക്കരുത്. കാരണം ചില ഉപദേശങ്ങൾക്കൊക്കെ എന്താ പ്രത്യേകത? പുളിച്ച മാവിന്റെ ഒരു സ്വഭാവം ഉണ്ട് ഇതിനകത്ത്. അതായത് നല്ല സത്യവിശ്വാസമുള്ള ഒരാള് എന്താണ് ഇനിയിപ്പോ ഒരു പെന്തിക്കോസുകാരൻ വന്ന് അദ്ദേഹം വേദപുസ്തകമല്ലേ പറയുന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പുതിയ നവീന സഭക്കാരൻ വന്ന് ഒരു വേദപുസ്തകമോ അല്ലെങ്കിൽ ഒരു പ്രാർത്ഥനാ പുസ്തകമായിട്ട് വന്ന് നമ്മുടെ അടുത്ത് വന്ന് ഉപദേശങ്ങൾ തരാനായിട്ട് ശ്രമിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ അതിനെ ചെവി കൊടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. കാരണം എല്ലാ ആത്മാക്കളെയും വിശ്വസിക്കരുതെന്ന് കർത്താവിന്റെ വചനം പഠിപ്പിക്കുന്നുണ്ട്. വരുന്ന ആത്മാവ് ദൈവാത്മാവിൽ നിന്നുള്ളത് ആണോ എന്ന് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്? വചനം കേൾക്കാൻ, അവരിൽ നിന്ന് ഉപദേശങ്ങൾ സ്വീകരിക്കാൻ വേണ്ടി. അതുകൊണ്ട് എല്ലാത്തിനും ചെവി കൊടുക്കരുത്. അങ്ങനെ ചെവി കൊടുത്തതുകൊണ്ടാണ് ഇന്ന് അപ്പസ്തോലിക സഭകൾക്ക് ഉപരി അനേക നവീന സഭകൾ ഉണ്ടായി വന്നതിൻ്റെയൊക്കെ കാരണം ഈ തെറ്റായ ഉപദേശങ്ങൾക്ക് നമ്മൾ ചെവി കൊടുത്തത് കൊണ്ട് സംഭവിച്ചതാണ്. അതുകൊണ്ട് അതിന് ചെവി കൊടുക്കരുതെന്ന് കർത്താവ് നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുകയാണ്. ശിഷ്യന്മാരോടത് കർത്താവ് വളരെ വ്യക്തമായിട്ട് തന്നെ പറയുന്നുണ്ട്. നിങ്ങൾ എൻ്റെ കൂടെ നടക്കുന്നെങ്കിലും നിങ്ങൾ അതിൻ്റെ കൂടെ പരീശന്മാരോ സാധുക്കരോ പറയുന്നതിന് ചെവി കൊടുത്താൽ നിങ്ങൾക്ക് അബദ്ധം സംഭവിക്കാനായിട്ട് സാധ്യതയുണ്ടെന്ന് യേശു വെളിപ്പെടുത്തുകയാണ്. പിന്നീട് നമുക്ക് 13 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, യേശു ഫിലിപ്പിന്റെ കൈസരുടെ പ്രദേശത്ത് എത്തിക്കഴിയുമ്പോൾ യേശു ശിഷ്യന്മാരോട് ഒരു ചോദ്യം ചോദിക്കുകയാണ്. ഇപ്പോൾ ജനങ്ങൾ എന്നെ പറ്റി ഞാൻ ആരെന്നാണ് പറയുന്നതെന്ന് യേശു ശിഷ്യന്മാരോട് ചോദിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, യഥാർത്ഥത്തിൽ എന്തിനാ യേശു ഇങ്ങനെ ചോദിക്കുന്നത്? അതായത് യേശുവിന് അറിയാം ഇപ്പൊ ജനമെല്ലാം യേശുവിനെ പറ്റി പറയുന്നത് എന്താണെന്നൊക്കെ യേശുവിന് നന്നായിട്ട് അറിയാം. യേശുവിന് എന്തിനെങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്നത്? യേശു എങ്ങനെ മനസ്സിനെ പറ്റി അറിയാം. അതെ, ശിഷ്യന്മാരുടെ ഉള്ളിൽ, അതായത് ഇവരെന്താണ് യേശുവിനെ പറ്റി പറയുന്നതെന്ന് യേശുവിന് അവരുടെ വായിൽ നിന്ന് കേൾക്കാൻ ഒരു ആഗ്രഹമുണ്ട്. യേശുവിനെ അറിയാം ഇവര് എന്താ പറയാൻ പോകുന്നു എന്നൊക്കെ യേശുവിനെ അറിയാം. പക്ഷെ യേശുവിന് നമ്മുടെ വായിൽ നിന്ന് തന്നെ യേശുവിനെ പറ്റി പറയുന്നത് കേൾക്കാൻ യേശുവിന് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, യേശു അങ്ങനെ ചോദിക്കുമ്പോൾ അതിനുള്ള മറുപടി നമുക്കറിയാം. പലരും യിരെമ്യാ പ്രവാചകനാണെന്നും യെശയ്യാവാണെന്നും ഏലിയാവാണെന്നും യോഹന്നാൻ സ്നാപകനാണെന്നും ഒക്കെ പറയുന്നുണ്ട്. അപ്പൊ യേശു അവരോട് ചോദിക്കുകയാണ്, നിങ്ങൾ എന്നെ പറ്റി ആരെന്നാണ് പറയുന്നത്? അപ്പൊ എന്താ മറുപടി? അതാണ് മറുപടി. 19-ാമത്തെ വാക്യം എടുക്കാമോ? 19 അല്ല, 16-ാമത്തെ വാക്യം. 16:16. നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് ഉത്തരം പറഞ്ഞു. നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് ഉത്തരം പറഞ്ഞു. യേശു അവനോട്, ബർയോന ശീമോനെ, നീ ഭാഗ്യവാൻ, ജഡരക്തങ്ങളല്ല സ്വർഗസ്ഥനായ എന്റെ പിതാവ് അത്രേ ഇത് നിനക്ക് വെളിപ്പെടുത്തിയത്. അപ്പൊ പത്രോസ് ശ്ലീഹ ഇത് പറയുമ്പോ പ്രിയപ്പെട്ടവരെ, ഇത് ആര് വെളിപ്പെടുത്തി കൊടുത്തതാണ്? സ്വർഗസ്ഥനായ പിതാവ്, ദൈവപിതാവ് വെളിപ്പെടുത്തിയത് കൊണ്ടാണ് പത്രോസ് ശ്ലീഹായ്ക്ക് ഇത് പറയാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് എന്തെങ്കിലും തരത്തിൽ ഒരു ആത്മീയ ഉന്നതിയോ അതോടൊപ്പം തന്നെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ആത്മീയ കൃപയോ ലഭിച്ചാൽ നമ്മൾ മനസ്സിലാക്കണം, ദൈവപിതാവ് നമുക്ക് ദാനമായിട്ട് തന്നതാണ്. അങ്ങനെ നമ്മൾ ചിന്തിക്കുകയും അതിന് നന്ദി പറയുകയും ചെയ്താൽ നമ്മിൽ നിന്ന് എന്ത് പോകുന്നറിയാമോ? സ്പിരിച്വൽ പ്രൈഡ് പോകും. ഇല്ലെങ്കിൽ നമുക്ക് എന്തുണ്ടാകും? ഞാൻ മിടുക്കനായതുകൊണ്ടും അല്ലെങ്കിൽ ഞാൻ കഴിവുള്ളവനായതുകൊണ്ടും ഞാനിത് നേടിയെടുത്തു എന്നുള്ളൊരു ചിന്താഗതി വരികയും അവസാനം അത് വലിയ പരാജയത്തിലേക്ക് നമ്മെ വലിച്ചഴയ്ക്കുകയും ചെയ്യും. നമുക്ക് ഇത് താഴത്തേക്ക് വായിക്കുമ്പോൾ അറിയാം, ഇത് പറയുമ്പോൾ തന്നെ പത്രോസ് ശ്ലീഹായ്ക്ക് ചെറിയൊരു പ്രൈഡ് വരുന്നുണ്ട്. അതുകൊണ്ടാണ് അതിന്റെ തൊട്ടടുത്ത് ഭാഗത്ത് വരുമ്പോൾ യേശു പത്രോസിനെ ശാസിക്കേണ്ട ഒരു സാഹചര്യം വരുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എവിടെ
പ്രൈഡ് ഉണ്ടോ അവിടെ എല്ലാം ഉറപ്പായിട്ടും ഒരു തിരിച്ചടി നമുക്കുണ്ടാവും. അതുകൊണ്ട് അത് ആത്മീയ ജീവിതത്തിലാണെങ്കിലും ഭൗതിക ജീവിതത്തിലാണെങ്കിലും ഈ അധ്യായം അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് വെളിപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് ഒരു പ്രൈഡ് ഉണ്ടാവാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. ദൈവം വെളിപ്പെടുത്തി കൊടുക്കുമ്പോഴാണ് ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഇതിന്റെ കൂടെ നമ്മളൊരു കാര്യം ചെയ്യേണ്ടതായിട്ടുണ്ട്. അതായത് ദൈവിക രഹസ്യങ്ങൾ ദൈവം വെളിപ്പെടുത്തിയാൽ അല്ലാതെ ആർക്കും മനസ്സിലാക്കാനായിട്ട് സാധിക്കില്ല. യേശുവിന്റെ ആഴങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ, അല്ലെങ്കിൽ തൃത്വത്തിന്റെ ആഴങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ, കൂദാശകളുടെ ആഴങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ ഇത് ആര് വെളിപ്പെടുത്തണം? ദൈവം വെളിപ്പെടുത്തണം. അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കണം, അതിനുവേണ്ടി ആഗ്രഹിക്കണം, അതിനുവേണ്ടി ദാഹിക്കണം. അതുകൊണ്ട് ദാഹിക്കുന്ന ഏവരുമേ നിങ്ങൾ എൻ്റെ അടുക്കൽ വന്ന് വാങ്ങി സൗജന്യമായിട്ട് കുടിക്കാനായിട്ട് പറയുന്നത്. ദാഹമില്ലാത്തവന്, ആഗ്രഹമില്ലാത്തവന് ഒരു വെളിപാടും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് യാചിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കുവിൻ കണ്ടെത്തും, മുട്ടുവിൻ തുറക്കപ്പെടുമെന്നൊക്കെ പറയുമ്പോൾ പ്രിയപ്പെട്ടവർ, നമ്മുടെ ഒരു അധ്വാനം, അതായത് അധ്വാനം എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രാർത്ഥിക്കണം, നമ്മൾ ആഗ്രഹിക്കണം, നമ്മൾ അതിനു വേണ്ടി ദാഹത്തോട് ദൈവത്തോട് ചോദിക്കണം. ദൈവമേ, ഇതിന്റെ ആഴങ്ങൾ എനിക്ക് വെളിപ്പെടുത്തണമേ എന്ന് നമ്മൾ ആഗ്രഹത്തോടെ ദൈവത്തോട് പ്രാർത്ഥിക്കണം. ഇരമ്യാവ് 33:3 ഒന്ന് വായിക്കാമോ? പെട്ടെന്നൊരു വാക്യം മനസ്സിലേക്ക് കയറി വന്നതാണ്. ഇരമ്യാവ് 33:3 എടുക്കാമോ? ആ 33:3 എടുത്ത് വായിച്ചേ. ഇരമ്യാ പ്രവാചകന്റെ പുസ്തകം 33-ാം അധ്യായം 3-ാമത്തെ വാക്യം. യഹോവ എന്ന് നാമമുള്ളവൻ തന്നെ ഇപ്രകാരം അരുളി ചെയ്യുന്നു, എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിനക്ക് ഉത്തരമരുളും. നീ അറിയാത്ത മഹത്തായും അഗോചരമായുമുള്ള കാര്യങ്ങളെ ഞാൻ നിന്നെ അറിയിക്കും. കണ്ടോ, എന്നെ വിളിച്ച് അപേക്ഷിക്കുക, ഞാൻ നിനക്ക് ഉത്തരമരുളും. നീ അറിയാത്ത മഹത്തായും അഗോചരമായുമുള്ള കാര്യങ്ങൾ ഞാൻ നിന്നെ അറിയിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവര്, ദൈവിക രഹസ്യങ്ങൾ വെളിപ്പെട്ട് കിട്ടണമെങ്കിൽ ഇപ്പൊ കുർബാന കുറെ വർഷങ്ങളായിട്ട് നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ ഇതിന്റെ ഉള്ളിലുള്ള ആ ഒരു ചൈതന്യമുണ്ട്. അതായത് വിശുദ്ധ കുർബാനയിൽ ഇറങ്ങി വരുന്ന യേശു, ആ വിശുദ്ധ കുർബാനയിലൂടെ വ്യാപരിക്കുന്ന ദൈവം ഉണ്ട്. പക്ഷെ ഈ ദൈവത്തെ കാണാനോ ദൈവത്തെ അനുഭവിക്കാനോ കഴിഞ്ഞില്ലെങ്കിൽ വിശുദ്ധ കുർബാനയിലുള്ള വിശ്വാസം വർദ്ധിക്കില്ല. അപ്പൊ ദൈവത്തോട് എന്ത് ചെയ്യണം? ചോദിക്കണം, കർത്താവേ, എനിക്ക് വിശുദ്ധ കുർബാനയിൽ അങ്ങ് പൂർണ്ണമായിട്ടും വിശ്വസിക്കാനായിട്ട് പറ്റുന്നില്ല. അപ്പൊ ചോദിക്കണം, ദൈവമേ, എനിക്കിത് വെളിപ്പെടുത്തി തരണമേ. നല്ല ആഗ്രഹത്തോടെ ശുദ്ധ ഹൃദയത്തോടെയാണ് നമ്മൾ ഇത് നടത്തുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഇതിന് മറുപടി തന്നിരിക്കും. കാരണം ഇതൊക്കെ വചനത്തിൽ വാഗ്ദാനങ്ങൾ കിടക്കുന്നതാണ്. അത് മാത്രമല്ല, ശിഷ്യന്മാര് ശുദ്ധ ഹൃദയത്തോടെ പോയി ചോദിച്ച എല്ലാ ചോദ്യങ്ങൾക്കും യേശു എന്ത് കൊടുക്കുന്നുണ്ട്? മറുപടി കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഏത് കാര്യത്തിലുള്ള ദൈവിക കാര്യങ്ങളിലുള്ള രഹസ്യങ്ങൾ വെളിപ്പെടുത്തി കിട്ടണമെങ്കിൽ ദൈവത്തോട് ചോദിച്ചാൽ അത് ദൈവം വെളിപ്പെടുത്തി തരും. അതുകൊണ്ട് വെളിപാടിന്റെ ആത്മാവ്, അങ്ങനെ ഒരു ആത്മാവുണ്ട്, വെളിപാടിന്റെ ആത്മാവ്, ദർശനങ്ങളും ഒക്കെ തരുന്ന ആത്മാവുണ്ട്. ആത്മചൈതന്യം കൊണ്ട് നിറയാൻ നമ്മൾ ആഗ്രഹിക്കണം, ചോദിക്കണം. അപ്പൊ നമുക്കും ദൈവിക രഹസ്യങ്ങൾ വെളിപ്പെട്ട് കിട്ടുവാനായിട്ട് ഇടയായിത്തീരും. അങ്ങനെ എന്നിട്ട് പത്രോസിനോട് പറയുകയാണ്, 18-ാമത്തെ വാക്യം, നീ പത്രോസ് ആകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല എന്ന് ഞാൻ നിന്നോട് പറയുന്നു. പത്രോസ് എന്ന പാറ, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയുമെന്ന് പറയുമ്പോൾ ഏത് പാറയാണത്? പാറ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ 7-ാം അധ്യായത്തിൽ അതിന്റെ അവസാന ഭാഗത്ത് നമ്മൾ പഠിക്കുന്നുണ്ട്, എന്റെ വചനം കേട്ട് ജീവിക്കുന്നവൻ പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യം. അപ്പോ വചനമാണ് എന്ത്? പാറ. ഇവിടെ ഏത് വചനമാണ്? നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് ഉത്തരം പറഞ്ഞു. ഈ വചനത്തിലാണ് കർത്താവ് എന്ത് പണിയുന്നത്? സഭ പണിയുന്നത്. അതായത് നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് ഉത്തരം പറഞ്ഞു. പ്രത്യേകിച്ച് ഞാൻ പല മേഖലകളിലും നിരീശ്വരവാദികളും അതോടൊപ്പം തന്നെ ഈ മുസ്ലിം സഹോദരങ്ങൾക്കിടയിലുള്ള ചില പണ്ഡിതരൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യം ശ്രദ്ധിച്ചിട്ടുണ്ട്. അതായത്, യേശു ദൈവമാണെന്ന് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ?
പറഞ്ഞിട്ടുണ്ടോ? യേശു എവിടെയെങ്കിലും ഞാൻ ദൈവമാണെന്ന് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഉണ്ട് ഉണ്ട് ഉണ്ട്. അതിന്റെ ഏറ്റവും നല്ല തെളിവാണിത്. അതായത് നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു ദൈവപുത്രനാണെന്ന് പറയുമ്പോ യേശു അതിനെ തിരുത്തിയോ? തിരുത്തുകയല്ല ചെയ്യുന്നത്. ഉത്തരം പറഞ്ഞു. യേശു അവനോട്, ബറിയോന ശീമോനെ, നീ ഭാഗ്യവാൻ, ജഡരക്തങ്ങളല്ല സ്വർഗസ്ഥനായ എന്റെ പിതാവത്രേ നിനക്കിത് വെളിപ്പെടുത്തിയത്. അതായത് ഇത് സത്യമാണ്, നിനക്ക് എന്റെ പിതാവ് വെളിപ്പെടുത്തി തന്നതുകൊണ്ടാണ് നിനക്കിത് പറയാനായിട്ട് സാധിച്ചത്. അതുകൊണ്ട് യേശു ദൈവമാണെന്നും ദൈവപുത്രനാണെന്നും അവൻ മശിഹായാണെന്നും നന്നായിട്ട് ഏറ്റു പറഞ്ഞ് അങ്ങനെ ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ട ഒരു ചുമതല ആർക്കുണ്ട്? നമുക്കുണ്ട്. അത് ഏറ്റു പറയണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. റോമറിൽ അങ്ങനെ ഒരു വചനം കിടപ്പുണ്ട്. റോമർ എടുക്കാമോ? റോമർ ഇന്നെടുത്ത് വായിച്ചതായിരുന്നു. റോമർ എടുക്കാമോ? പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ റോമർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം 9-ാമത്തെ വാക്യം വായിക്കാമോ? റോമർ 10:9. വിശ്വാസം വചനം തന്നെ. യേശുവിനെ കർത്താവ് എന്ന് വായകൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. യേശുവിനെ കർത്താവ് എന്ന് വായി കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചുവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. അപ്പൊ രക്ഷിക്കപ്പെടണമെങ്കിൽ ഇപ്പൊ പലരും ഈ നവീന സുവിശേഷക്കാരൊക്കെ വന്ന് ചോദിക്കില്ലേ, രക്ഷിക്കപ്പെട്ടോ എന്നൊക്കെ ചോദിക്കില്ലേ? രക്ഷിക്കപ്പെടാനുള്ള 2 മാർഗമാണ്. ഒന്ന്, യേശു ദൈവമാണെന്ന് വായി കൊണ്ട് ഏറ്റു പറയണം. എല്ലാവരോടും പറയണം, യേശുവാണ് എന്റെ ദൈവം, യേശു അല്ലാതെ മറ്റൊരു ദൈവം ഇല്ല എന്ന് പറയാനായിട്ട് കഴിയണം. പിന്നീട് പറയുകയാണ്, അവനെ ദൈവം മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കണം. അങ്ങനെ വിശ്വസിക്കുകയും ഏറ്റുപറയുകയും ചെയ്യുമ്പോൾ കർത്താവിന്റെ വചനം പറയുകയാണ്, നീ രക്ഷിക്കപ്പെടും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പത്രോസ് ശ്ലീഹ പറഞ്ഞതുപോലെ യേശുവിനെ ദൈവപുത്രനാണെന്നും ദൈവമാണെന്നും എല്ലാവരുടെയും മുമ്പിൽ ഏറ്റുപറയാനായിട്ട് കഴിയുന്ന വിധത്തിലുള്ള വലിയൊരു ആത്മീയ നിറവ് നമുക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അതിനുശേഷം പത്രോസ് ശ്ലീഹായോട് പറയുന്ന കാര്യമാണ് 19-ാമത്തെ വാക്യം വായിച്ച്. വിശുദ്ധ മത്തായി 16:19. സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഞാൻ നിന്നെ നിനക്ക് തരുന്നു. നീ ഭൂമിയിൽ കെട്ടുന്നതൊക്കെയും സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, നീ ഭൂമിയിൽ അഴിക്കുന്നതൊക്കെയും സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കും എന്ന് ഉത്തരം പറഞ്ഞു. അപ്പൊ ഇപ്പൊ സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ആരുടെ കയ്യിലിരിക്കുന്നത്? ആരുടെ കയ്യിലാണ്? സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ ആ വാതില് തുറന്നു തരേണ്ട ഉത്തരവാദിത്വം ആരുടേതാണ്? യേശുവിന്റെ. ദൈവത്തിന്റെ ആണോ? യേശുവിന്റെ ആണോ? താക്കോല് ഞാൻ ചോദിച്ചു, ഈ പള്ളിയുടെ പുരോഹിതന്മാരെ പള്ളി കൂദാശ കഴിയുമ്പോ മെത്രാപ്പോലിത്ത താക്കോൽ ആരുടെ കൈ കൊടുക്കും? വികാരിയുടെ കൈ തരും. വികാരി അത് ആരുടെ കൈ കൊണ്ടേ കൊടുക്കും? നിങ്ങൾ ഈ പള്ളി കൂദാശ ഇവിടെ കണ്ടിട്ടില്ലല്ലോ അല്ലേ? വർഷങ്ങൾക്ക് മുമ്പ് നടന്നതല്ലേ? പള്ളി കൂദാശ കഴിയുമ്പോ തലേദിവസം സന്ധ്യാപ്രാർത്ഥനയ്ക്ക് തന്നെ ആ ട്രസ്റ്റിയുടെ കയ്യിൽ നിന്ന് വികാരി താക്കോല് വാങ്ങി തിരുമേനിയുടെ കൈ കൊടുക്കും. തിരുമേനി അത് ഞാൻ എപ്പോ ചോദിച്ചാലും എനിക്ക് തിരിച്ചു തരണം എന്ന് പറഞ്ഞ് വികാരിയെ ഏൽപ്പിക്കും. വികാരി അത് ട്രസ്റ്റിയുടെ കൈ കൊടുത്തിട്ട് എപ്പോ ആവശ്യപ്പെട്ടാലും അത് എനിക്ക് തിരിച്ചു തരണമെന്ന് പറയും, ഇല്ലേ? അപ്പോ ഇനിയിപ്പോ ഈ പള്ളി, കോഴിക്കോട് പള്ളിയുടെ വാതിൽ തുറന്നു തരേണ്ടത് ആരാണ്? വികാരിയും ട്രസ്റ്റിയുടെ കയ്യിൽ നിന്ന് വികാരി വാങ്ങിച്ചു തുറന്നു തരണം, ഇല്ലേ? അപ്പൊ ഇതിന്റെ ഉത്തരവാദിത്വം ഇപ്പൊ ആരുടെയാണ്? സ്വർഗരാജ്യത്തിന്റെ വാതിൽ തുറന്നു തരേണ്ട ഉത്തരവാദിത്വം ആരുടെ കയ്യിലാണ്? വികാരിയുടെ കയ്യിൽ നിന്നല്ല. ഇവിടെ പറയുമ്പോൾ പത്രോസ് ശ്ലീഹായുടെ കയ്യിലാണ്, അല്ലെങ്കിൽ അപ്പോസ്തലന്മാരുടെ കയ്യിലാണ്, അല്ലെങ്കിൽ അപ്പോസ്തലന്മാരുടെ കൈവെപ്പ് ലഭിച്ച പൗരോഹിത്യ ഗണത്തിന്റെ കയ്യിലേക്ക് ദൈവം തന്നിരിക്കുകയാണ്. ഇനി അത് എങ്ങനെയാണെന്ന് കൂടെ പറഞ്ഞു തരാം. അതിന്റെ തൊട്ടു താഴെ പറയുകയാണ്, നീ ഭൂമിയിൽ കെട്ടുന്നത് ഒക്കെയും സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, നീ ഭൂമിയിൽ അഴിക്കുന്നതൊക്കെയും സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കുമെന്ന് ഉത്തരം പറഞ്ഞു. ഇതെന്താണെന്ന് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ കുറച്ചുകൂടെ വ്യക്തമായിട്ട് വെളിപ്പെടുത്തുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം എടുക്കാമോ? 20-ാം അധ്യായം 22-ഉം 23-ഉം വാക്യങ്ങൾ വായിക്കാം. വിശുദ്ധ യോഹന്നാൻ 20-ന്റെ 22, 23.
ഇങ്ങനെ പറഞ്ഞ ശേഷം അവൻ അവരുടെ മേൽ ഊതി അവരോട്, പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവീൻ. ആരുടെ പാപങ്ങൾ നിങ്ങൾ മോചിക്കുന്നുവോ അവർക്ക് മോചിക്കപ്പെട്ടിരിക്കുന്നു, ആരുടെ പാപങ്ങൾ നിർത്തുന്നുവോ അവർക്ക് നിർത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇപ്പൊ കണ്ടോ, എന്താണ് കെട്ടാനും അഴിക്കാനുള്ള അധികാരം എന്താന്ന് മനസ്സിലായോ? അന്ന് കൊടുത്തത്. അതായത് പരിശുദ്ധാത്മാവിനെ കൊടുത്തിട്ട് അവരുടെ മേൽ ഊതി പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവിൻ എന്ന് പറഞ്ഞിട്ട് പറയുകയാണ്, ആരുടെ പാപങ്ങൾ നിങ്ങൾ മോചിക്കുന്നുവോ അവർക്ക് മോചിക്കപ്പെട്ടിരിക്കുന്നു, ആരുടെ പാപങ്ങൾ നിർത്തുന്നുവോ അവർക്ക് നിർത്തിയിരിക്കുന്നുവെന്ന് പറഞ്ഞു. അതായത് പാപമോചനം കൊടുക്കാനുള്ള അധികാരം അപ്പോസ്തോലിക സഭയ്ക്ക് അതിലെ പൗരോഹിത്യത്തിന് ആര് കൊടുക്കുകയാണ്? കർത്താവ് കൊടുക്കുകയാണ്. അപ്പൊ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ ഒരു പാപിക്ക് കഴിയോ? ഒരു പാപിക്ക് സ്വർഗത്തിലേക്ക് കയറാൻ പറ്റുമോ? പറ്റില്ല. പാപം ചെയ്തവൻ തീർച്ചയായിട്ടും അവൻ മരണത്തിന് അർഹനായ വ്യക്തിയാണ്. എന്നാൽ ഒരു കാര്യം കർത്താവ് ചെയ്തിട്ടുണ്ട്. കാൽവറി കുരിശിൽ മാനവകുലത്തിന്റെ എല്ലാവരുടെയും, അതായത് ആദം മുതൽ ഇനി ജനിക്കാനിരിക്കുന്ന മനുഷ്യന്റെ വരെ, ഏറ്റവും അവസാനം ജനിക്കാനിരിക്കുന്ന മനുഷ്യന്റെ വരെയും പാപത്തിന്റെ പരിഹാരം ആര് ചെയ്തു കഴിഞ്ഞു? യേശു ചെയ്തു കഴിഞ്ഞു. അപ്പോ ഈ പരിഹാരം ചെയ്തെടുത്ത് എന്ന് ഈ രക്ഷ വാങ്ങേണ്ട ചുമതല ആർക്കാണ്? ചുമതല നമുക്ക് ഓരോരുത്തർക്കുമാണ്. അതായത് ഇത് ഏൽപ്പിച്ചിരിക്കുന്നത് അപ്പോസ്തോലിക സഭയിലാണ്. അവിടെ ചെന്നിട്ട് നമ്മുടെ പാപങ്ങളും നമ്മുടെ കുറവുകളും നമ്മുടെ ബലഹീനതകളും കൊടുത്തു കഴിയുമ്പോൾ അവിടെ നിന്ന് എന്ത് തരും? ആ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനുള്ള പാപമോചന അധികാരം ലഭിച്ച പൗരോഹിത്യത്തിലുള്ള ആള് ശിരസിൽ കൈവച്ച് പാപമോചനം തന്ന് എന്ത് ചെയ്യും? സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കാനുള്ള രക്ഷയുടെ പാസ് ആര് തരും? പത്രോസും അല്ലെങ്കിൽ പത്രോസിന്റെ ആ അഭിഷേകം ലഭിച്ച വ്യക്തികൾ തരും. അതുകൊണ്ടാണ് വിശുദ്ധ കുമ്പസാരത്തിന് അത്രമേൽ പ്രാധാന്യം സഭയിൽ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് പാപമുണ്ടോ അത് മറച്ചു വെച്ച് കഴിഞ്ഞാൽ സദൃശവാക്യം 28:13 ഒന്ന് വായിക്കാമോ? സദൃശവാക്യം 28-ാം അധ്യായം 13-ാമത്തെ വാക്യം. ലംഘനങ്ങളെ മറയ്ക്കുന്നവന് ശുഭം വരികയില്ല, അവയേറ്റ് പറഞ്ഞുപേക്ഷിക്കുന്നവനോ കരുണ ലഭിക്കും. ലംഘനം മറച്ചു വെക്കുന്നവന് ശുഭം വരികയില്ല, അത് ഏറ്റു പറഞ്ഞ് ഉപേക്ഷിക്കുന്നവന് കരുണ ലഭിക്കും. ഇനി 1 യോഹന്നാൻ. ഈ അപ്പോസ്തോലിക സഭ അല്ലാത്തവർക്കൊന്നും ഇങ്ങനത്തെ കുമ്പസാരം ഇല്ലല്ലോ. ഇത്രേ ഉള്ളൂ. നമ്മൾ അപ്പോസ്തോലിക സഭയിലാണല്ലോ അല്ലെ? അപ്പോസ്തോലിക സഭയിൽ ആയിരിക്കുന്ന നമുക്ക് ഇതേ ഒരു മാർഗമുള്ളൂ. ഇപ്പൊ ഒരു ഹൈന്ദവനോ ഒരു മുസൽമാനോ അവന് കുമ്പസാരം. മർത്തോമായിലെ ഒരു അച്ഛനോട് ചോദിച്ചു, ഒരച്ഛൻ വന്നായിരുന്നു ഞങ്ങൾക്ക് അവിടെ. അപ്പൊ ഞാൻ അച്ഛനോട് ചോദിച്ചു, അച്ഛാ നിങ്ങൾക്ക് ഈ കുമ്പസാരം ഇല്ലയോന്ന് ചോദിച്ചു, ഇൻഡിവിജ്വൽ ആയിട്ടുള്ള കുമ്പസാരം ഇല്ലയോന്ന് ചോദിച്ചു. അപ്പൊ അവര് കോമൺ ആയിട്ട് പ്രാർത്ഥിക്കത്തേ ഉള്ളൂ. അത് ആന്റി, ദൈവത്തിന്റെ കണ്ടിൽ മനുഷ്യൻ അനുദപിക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്നാൽ അപ്പോസ്തോലിക സഭയിൽ ദൈവം ഇതിനൊരു മാർഗം വെച്ചിട്ടുണ്ട്. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞാൽ നമുക്കറിയാം, യേശു 5 അപ്പം കൊണ്ട് 5000 പുരുഷന്മാരെയും അവരുടെ കൂടെ ഉണ്ടായിരുന്ന അവരുടെ ഭാര്യമാരെയും മക്കളെയൊക്കെ പോഷിപ്പിച്ചു, ഇല്ലേ? യേശു നേരിട്ടാണോ ഇത് കൊടുത്തത്? അപ്പൊ അതേപോലെ തന്നെ പാപമോചന അധികാരം കൊടുത്തിട്ട് ഈ ശുശ്രൂഷ ആരെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്? ശിഷ്യന്മാരെ. അതുകൊണ്ട് ഇപ്പോ അന്ന് അവിടെ ഉണ്ടായിരുന്ന ആളുകളിൽ ആ അപ്പം കിട്ടാൻ വൈകിയപ്പോ കുറച്ചു പേര് ചെന്ന് യേശുവിന്റെ അടുത്ത് നേരിട്ട് ചെന്ന്, കർത്താവേ ഞങ്ങൾക്ക് അപ്പം തരണേന്ന് ചോദിച്ചാൽ യേശു എന്ത് പറയും? ശിഷ്യന്മാരോട് പറയും, നിങ്ങൾ ഇവർക്ക് കൊടുക്കുക. മക്കളെ എന്റെ കയ്യിലില്ല, ഞാൻ അത് ശിഷ്യന്മാരെ ഏൽപ്പിച്ചിട്ടുണ്ട്, അവിടെ പോയി ചോദിച്ചാൽ കിട്ടും. മനസ്സിലായില്ല? അതേപോലെ തന്നെയാണ് ഈ അധികാരം ശിഷ്യന്മാർക്ക് കൊടുത്തത് കൊണ്ട് യേശു എന്ത് പറയും? ഇപ്പൊ ഈ അപ്പോസ്തോലിക സഭയിലുള്ള അത് ചെറുപ്പം മുതലേ ഈ വിശ്വാസം പഠിപ്പിക്കുകയും അതിനെ കാണിച്ചു തരികയും ചെയ്യുന്നതാണല്ലോ. അതുകൊണ്ട് ഇപ്പൊ ഒരു CSIയിലോ അല്ലെങ്കിൽ മർത്തോമ സഭയിലോ അതൊക്കെ പിന്നീട് ഉണ്ടായ സഭകളാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് കുമ്പസാരം ഇല്ലാത്തതുകൊണ്ട് അവരുടെ ഇടയിലുള്ള വ്യക്തി അവൻ പള്ളിയിൽ വന്നോ അല്ലെങ്കിൽ വ്യക്തിപരമായോ അവൻ പാപം ദൈവസന്നിധിയിൽ അനുദപിച്ചു കഴിഞ്ഞാൽ അവന്റെ പാപം ദൈവം ക്ഷമിക്കും. കാരണം അവന് അതിനുള്ളൊരു സാഹചര്യം ഇല്ലല്ലോ. അതേപോലെ ഒരു ഹൈന്ദവനോ അല്ലെങ്കിൽ ഒരു മുസൽമാനോ അവൻ അല്ലെങ്കിൽ വേറെ ഏതൊരു ജാതിയിലുള്ള മനുഷ്യനാണെങ്കിലും അവന്റെ പാപത്തെ പറ്റി ഹൃദയപൂർവം അവൻ അനുദപിച്ചു കഴിഞ്ഞാൽ കർത്താവ് എന്ത് ചെയ്യും? അവന്റെ പാപം ക്ഷമിക്കും. എന്നാൽ
ഈ അപ്പോസ്തോലിക സഭയിൽ നമുക്ക് കർത്താവ് ഇങ്ങനെ ഒരു വഴി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് നേരെ അതിനെ മറികടന്ന് അപ്പുറത്ത് പോയിട്ട് അനുദപിക്കാം, അല്ലെങ്കിൽ പള്ളിയിൽ പോയിട്ട് ഏറ്റു പറയാന്ന് പറഞ്ഞാൽ അതിന് പാപമോചനം കിട്ടുമോ? അതിന് കിട്ടാൻ സാധ്യത കുറവാണ്. കാരണം കർത്താവ് ഇങ്ങനെയല്ല പറയുന്നത്, ഈ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം കെട്ടപ്പെട്ടിരിക്കും, അഴിക്കുന്നതെല്ലാം അഴിഞ്ഞിരിക്കും. അതേപോലെ തന്നെ പറയുകയാണ്, ആരുടെ പാപങ്ങൾ നിങ്ങൾ മോചിക്കുന്നുവോ അവർക്ക് മോചിക്കപ്പെട്ടിരിക്കുന്നു, ആരുടെ പാപങ്ങൾ നിർത്തുന്നുവോ അവർക്ക് നിർത്തിയിരിക്കുന്നുവെന്ന് പറഞ്ഞു. ഇനി യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് പോകുമ്പോ, സുവിശേഷ ലേഖനത്തിലേക്ക് പോകുമ്പോ 1 യോഹന്നാൻ എടുക്കാമോ? 1 യോഹന്നാൻ 1-ാം അധ്യായം 8-ഉം 9-ഉം വായിച്ചേ. 1 യോഹന്നാൻ 1-8-9. നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു, സത്യം നമ്മിൽ ഇല്ലാതെയായി. നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിക്കുവാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. നമുക്ക് പാപമില്ല എന്ന് നമ്മൾ പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു, സത്യം നമ്മിൽ ഇല്ലാതെയായി. നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നു എങ്കിൽ, ഏറ്റുപറയണം. അപ്പൊ ഈ അപ്പോസ്തല സഭയിൽ ഇത് ഏറ്റുപറയേണ്ട സ്ഥലം എവിടെയാണ്? അത് കുമ്പസാരത്തിലാണ്. അതാണ് ദൈവം ക്രമീകരിച്ചിരിക്കുന്നത്. എന്നാൽ മറ്റിടത്ത് കുമ്പസാരം ഇല്ലാത്തടത്ത് അവൻ എവിടുന്നൊക്കെ ദൈവത്തോട് നേരിട്ട് ഏറ്റുപറയാം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഒരു സാഹചര്യം ആണ് നമുക്ക് ദൈവം ക്രമീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു അധികാരം അപ്പോസ്തലന്മാർക്ക് കർത്താവ് കൊടുത്തിട്ടുണ്ട്. അത് ഇന്നും സഭയിൽ നിലനിൽക്കുന്നു എന്ന് മനസ്സിലാക്കുക. പിന്നീട് 20-ാമത്തെ വാക്യം, പിന്നെ താൻ ക്രിസ്തു ആകുന്നുവെന്ന് ആരോടും പറയാതിരിപ്പാൻ ശിഷ്യന്മാരോട് കൽപ്പിച്ചു. എന്തിനാ യേശു അങ്ങനെ പറഞ്ഞത്? 4 പേരെ അറിയാൻ അല്ലേ, ശരിക്കും അറിയാനല്ലേ ഇടയാവേണ്ടത്? യേശു എന്തുകൊണ്ടാണ് അങ്ങനെ ശിഷ്യന്മാരോട് പറഞ്ഞത്? ഞാന് ക്രിസ്തു ആകുന്നുവെന്ന് ആരോടും പറയാതിരിപ്പാൻ ശിഷ്യന്മാരോട് കൽപ്പിച്ചു. യഹൂദന്മാർ കാത്തിരുന്ന ആളാണല്ലോ ക്രിസ്തു. മെശിഹ വരുമെന്ന് അവർ കാത്തിരുന്ന ആളാണ്. അപ്പൊ ഇത്രയും കണ്ടിട്ടും അവർക്ക് വിശ്വാസം ഇല്ലെന്നുണ്ടെങ്കിൽ എന്നാ പിന്നെ അവർ അറിഞ്ഞു വിശ്വസിക്കട്ടെ എന്നുള്ള രീതിയിലായിരിക്കണം. അതെ, ആന്റി പറഞ്ഞത് ശരിയാണ്. അതായത് യേശു ഇത് പറയുന്ന സാഹചര്യത്തിൽ യേശു എവിടെയുണ്ട്? ഈ ഭൂമിയിലുണ്ട് അല്ലെ? ഈ ഭൂമിയിൽ യേശു ഉണ്ട്. യേശുവിന്റെ വചനങ്ങൾ ഈ ജനം കേൾക്കുന്നുണ്ട്. യേശുവിന്റെ അത്ഭുത കൃത്യങ്ങളെല്ലാം ഇവര് കാണുന്നുണ്ട്. ഇത് കാണുമ്പോഴും കാണുന്ന ആളുകൾക്ക് മറ്റൊരാൾ പറഞ്ഞിട്ടല്ല ഇത് യേശു ആണെന്ന് മനസ്സിലാക്കേണ്ടത്. മറിച്ച് പത്രോസ് മനസ്സിലാക്കിയതുപോലെ ദൈവപിതാവ് വെളിപ്പെടുത്തി കൊടുക്കുന്നവരാണ് അന്ന് ഇത് മനസ്സിലാക്കേണ്ടിയിരുന്നത്. അതുകൊണ്ടാണ് യേശു അങ്ങനെ പറയുന്നത്. നിങ്ങൾ ആരോടും അത് പറയാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണമെന്ന് പറയുന്നുണ്ട്. അത് മാത്രമല്ല, പിന്നീട് ഇതിനകത്ത് വേറൊരു കാര്യം കൂടെ ഉണ്ട്. യേശു ഈ ലോകത്തിലേക്ക് വന്നതിന്റെ ഒരു ലക്ഷ്യം ക്രൂശിക്കപ്പെടുക, മരിക്കുക എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ഒരു വിഭാഗം ആളുകൾ വേണ്ടേ? ഇങ്ങനെ പറഞ്ഞായിരുന്നെങ്കിൽ ചിലപ്പോ ഉള്ള ആളുകൾക്ക് ഒരു അങ്ങനെ മാറ്റം വന്നാൽ യേശുവിന് വേറെ മാർഗങ്ങൾ യേശു കണ്ടെത്തിയേനെ. അതല്ല അതിന്റെ ഉത്തരം. യഥാർത്ഥത്തിൽ ആദ്യം പറഞ്ഞത് തന്നെയാണ്. അതായത് യേശു പ്രവർത്തിക്കുന്നതും പറയുന്നതും കണ്ട് മനസ്സിലാക്കി യേശുവിലേക്ക് വരണമെന്നാണ് യേശു ഇവിടെ ആഗ്രഹിക്കുന്നത്. എന്നാൽ പിന്നീട് യേശു സ്വർഗാരോഹണം ചെയ്തു പോയി കഴിയുമ്പോൾ യേശു എന്താ പറയുന്നത് ശിഷ്യന്മാരോട്? നിങ്ങൾ ലോകമൊക്കെയിലും പോയി എന്നെപ്പറ്റി പറഞ്ഞ് സുവിശേഷം പറഞ്ഞ് എല്ലാ ജാതികളെയും ശിഷ്യരാക്കാനായിട്ട് പറയുന്നുണ്ട്. കാരണം യേശു അപ്പൊ അവിടെ ഉണ്ടോ? കൂടെ ഉണ്ട്, അദൃശ്യമായിട്ട് കൂടെ ഉണ്ട്. പക്ഷെ ഭൗതികമായിട്ട് ഫിസിക്കലി യേശു കൂടെ ഇല്ലാത്ത സാഹചര്യമാണ്. ആ സമയത്ത് യേശു അങ്ങനെ പോയി ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. പിന്നീട് 21 മുതലുള്ള വാക്യങ്ങൾ. അന്ന് മുതൽ യേശു താൻ യെരൂശലേമിൽ ചെന്നിട്ട് മൂപ്പന്മാർ, മഹാപുരോഹിതന്മാർ, ശാസ്ത്രിമാർ എന്നിവരാൽ പലതും സഹിച്ച് കൊല്ലപ്പെടുകയും 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും വേണ്ടത് എന്ന് ശിഷ്യന്മാരോട് പ്രസ്താവിച്ച് തുടങ്ങി. അതായത് യേശു ആദ്യമായിട്ട് ശിഷ്യഗണത്തിന് ഒരു വെളിപ്പെടുത്തൽ നൽകുകയാണ് യേശുവിന്റെ അന്ത്യ നാളുകൾ എങ്ങനെയായിരിക്കുമെന്ന്. ഇതെന്തിനാ ഇത് പറയുന്നതെന്ന് ചോദിച്ചാൽ, ഇവര് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഇവർക്ക് ഇതൊരു യേശുവിൽ അവിശ്വാസം വരുന്ന രീതിയിൽ ഇത് മാറാൻ സാധ്യതയുള്ളത് കൊണ്ടാണ് യേശു നേരത്തെ വെളിപ്പെടുത്തി കൊടുക്കുന്നത്. കാരണം ഈ അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ ചെയ്ത യേശുവിനെ പെട്ടെന്ന് പിടിച്ചു കെട്ടി കൊണ്ടുപോയി ക്രൂശിൽ തറച്ച് കൊന്നുകളയുമ്പോ
ഈ കൂടെയുള്ളവർക്കൊക്കെ വിശ്വാസം ക്ഷയിച്ചു പോകാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് യേശു 3 തവണ യേശു തന്റെ ക്രൂശ് മരണത്തെ പറ്റി ശിഷ്യന്മാരോട് പ്രവചനത്തിലൂടെ അറിയിക്കുന്നുണ്ട്. അപ്പോ ഇങ്ങനെ പ്രവചനം പറയുമ്പോൾ പത്രോസ്ലീഹ എന്ത് ചെയ്യുന്നത്? യേശുവിനെ മാറി കൊണ്ടുപോയിട്ട് യേശുവിനോട് ശാസിച്ച് പറയുകയാണ്, നിനക്കിങ്ങനെ വധിക്കരുതേ എന്ന് പറഞ്ഞു. അപ്പോ യേശു എന്താ പറയുന്നത്? സാത്താനെ, എന്നെ വിട്ടുപോ എന്ന് പറയുകയാണ്. അപ്പൊ ഈ ഒരു സാഹചര്യം ആരുണ്ടാക്കിയതാണ്? യേശു ഉണ്ടാക്കിയതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ പത്രോസ്ലീഹായിൽ നേരത്തെ നടന്ന ആ ഒരു പ്രക്രിയയിൽ, അതായത് പ്രവൃത്തിയിൽ, അതായത് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് പത്രോസ്ലീഹായെ കർത്താവ് നന്നായിട്ടൊന്ന് പുകഴ്ത്തി പറഞ്ഞായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പുകഴ്ത്തലുകളും അതുപോലെ തന്നെ സ്തുതിഗീതങ്ങളൊക്കെ കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും മനുഷ്യനിൽ എന്തുണ്ടാകും? പ്രൈഡ്. ആ പ്രൈഡ് മെല്ലെ ചെത്തിക്കളയാൻ വേണ്ടിയിട്ടാണ് യേശു ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാക്കുന്നത്. സാത്താനെ, എന്നെ വിട്ടുപോ, നീ എനിക്ക് ഇടർച്ചയാകുന്നു, നീ ദൈവത്തിൻ്റെതല്ല മനുഷ്യരുടേത് അത്ര കരുതുന്നു എന്ന് പറഞ്ഞു. അതോടുകൂടെ പത്രോസ്ലീഹായിൽ ഉണ്ടായിരുന്ന ആ അഹങ്കാരം യേശു ഇടിച്ചു പൊളിച്ച് കളയുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇത് ആരിലുണ്ടായാലും, ഇത് പത്രോസ് എന്ന് പറയാൻ ആദ്യത്തെ പാത്രിയർക്കീസ് ബാവയാണ്. ഇപ്പൊ പാത്രിയർക്കീസ് ബാവയിലാണെങ്കിലും കാതോലിക്ക ബാവയിലാണെങ്കിലും ഇടവക മെത്രാപ്പോലിത്തയിലാണെങ്കിലും വികാരി അച്ഛനിലാണെങ്കിലും ഇനി അൽമായക്കാരിലാണെങ്കിലും അഹങ്കാരം വന്നാൽ അത് ആർക്ക് ഇഷ്ടമല്ല? യേശുവിന് ഇഷ്ടമല്ല. യേശു അതിനെ തകർത്ത് കളയാനായിട്ട് എല്ലാ സാഹചര്യങ്ങളും ഉറപ്പായിട്ടും കൊണ്ടുവരും. അതിനുശേഷം യേശു പിന്നീട് കുറച്ച് നിർദ്ദേശങ്ങൾ ശിഷ്യന്മാർക്ക് കൊടുക്കുകയാണ്. ആരെങ്കിലും തന്റെ ജീവനെ രക്ഷിപ്പാൻ ഇച്ഛിച്ചാൽ അതിനെ കളയും. എന്റെ നിമിത്തം ആരെങ്കിലും തന്റെ ജീവനെ കളഞ്ഞാൽ അതിനെ കണ്ടെത്തും. അതിനു മുമ്പ് പറയുകയാണ്, യേശു ശിഷ്യന്മാരോട് പറഞ്ഞത്, ഒരുത്തൻ എന്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിച്ച് തന്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കട്ടെ. യേശുവിനെ അനുഗമിക്കുന്ന വ്യക്തികൾക്കെല്ലാം എന്തുണ്ട്? സഹനമുണ്ട് എന്ന് കർത്താവ് വെളിപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ക്രൈസ്തവ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ വേദനകളും ദുഃഖങ്ങളും ഞെരുക്കങ്ങളും കടന്നു വരുമ്പോൾ പ്രിയപ്പെട്ടവരെ, അതിനെ ഓർത്ത് ഒത്തിരി ഭാരപ്പെടരുത്. കാരണം കർത്താവ് തന്നെ പറയുന്നുണ്ട്, തന്റെ കുരിശെടുത്ത് എന്നെ അനുഗമിക്കണം. കുരിശ് മാറ്റി വെച്ചിട്ട് എന്നെ അനുഗമിക്കാനായിട്ട് യേശു പറയുന്നില്ല. അതുകൊണ്ട് കുരിശുണ്ടാകും. അത് എന്തുകൊണ്ടാണെന്ന് നമുക്ക് എന്തെങ്കിലും ഒരു ദൈവം അനുവദിക്കുന്ന ഒരു സാഹചര്യത്തിൽ എന്തുകൊണ്ടാണ് സഹനം എന്നുള്ള ഒരു വിഷയത്തെ പറ്റി നമുക്ക് ചിന്തിക്കാനും പഠിക്കാനും പരിശ്രമിക്കാം. അപ്പോ കുരിശെടുക്കണം, യേശുവിനെ അനുഗമിക്കണം. പിന്നീട് പറയുന്നു, ജീവനെ രക്ഷിപ്പാൻ ഇച്ഛിച്ചാൽ അതിനെ കളയും. അതുകൊണ്ട് നമ്മുടെ ജീവനേക്കാൾ ഉപരി യേശുവിനെ സ്നേഹിക്കുന്ന വ്യക്തികളായി മാറണം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരിതൊന്നും നമുക്കൊന്നും ഇല്ല എന്നുള്ളത് എനിക്ക് ഇത് ഉണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. കാരണം നാളെ കഴുത്തിലൊരു കത്തി വെച്ചിട്ട് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല യേശുവിനെ ഏറ്റുപറയാനായിട്ട് എനിക്ക് പറ്റുമോ. അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടോ എന്നും എനിക്കിപ്പോ അറിയില്ല. ഇപ്പൊ ഞാൻ പലപ്പോഴും ചിന്തിക്കും എന്നെ കൊണ്ട് അതൊക്കെ പറ്റുമെന്ന്. പക്ഷെ അങ്ങനെ ഒരു സാഹചര്യം വന്നു കഴിയുമ്പോൾ യൂദാസിനെ പോലെ അല്ലെങ്കിൽ പത്രോസിനെ പോലെയൊക്കെ ആകുമെന്ന് ഒരു സംശയം എൻ്റെ ഉള്ളിലുണ്ട്. അതുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്, ദൈവമേ, എൻ്റെ ജീവനേക്കാൾ ഉപരി അങ്ങയെ സ്നേഹിക്കാൻ എനിക്കൊരു കൃപ തരണമേ എന്ന് പലപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട്. എന്തായാലും ചിലപ്പോൾ നമ്മൾ ജീവിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ ഉണ്ടായേക്കാം ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ. കാരണം ഇപ്പോൾ അത് കേരളത്തിൽ, നമ്മളിപ്പോ ഇന്ത്യയിൽ, ഭാരതത്തിൽ വളരെ സുരക്ഷിതരാണ്. പക്ഷെ ആഫ്രിക്കയിലും അതുപോലെ ക്രൈസ്തവ ഈറ്റില്ലമായിരുന്ന അന്തോക്കിയ ആ മേഖലകളിലൊക്കെ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? നൈജീരിയ ഇങ്ങനെയുള്ള ഇടങ്ങളിലൊക്കെ ലക്ഷക്കണക്കിന് ആളുകളെ കൊന്നുകൊണ്ടേയിരിക്കുകയാണ്, കൊന്നു തള്ളിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇത് നാളെ ഇന്ത്യയിലും അതുപോലെ ഈ കേരളത്തിലും വരില്ല എന്നും പറയാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് നമ്മളൊക്കെ പ്രാർത്ഥിക്കണം, ദൈവമേ, ഞങ്ങളുടെ ജീവനേക്കാൾ ഉപരി അങ്ങയെ സ്നേഹിക്കാൻ ഞങ്ങൾക്ക് കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുക. അപ്പൊ ആ കൃപ ദൈവം നമുക്ക് തരും. പിന്നീട് 26-ാമത്തെ വാക്യം, ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയിട്ടും തന്റെ ജീവനെ നഷ്ടപ്പെടുത്തിയാൽ അവന് എന്ത് പ്രയോജനം? ഇതിനെപ്പറ്റി ഒന്നും ഒത്തിരി വ്യാഖ്യാനിക്കേണ്ട കാര്യമില്ല. കാരണം നമ്മൾ ഒത്തിരി സമ്പത്തുണ്ടാക്കി, ഒത്തിരി പഠിച്ച് വലിയ ഡിഗ്രികൾ സമ്പാദിച്ചു, അതുപോലെ തന്നെ നമ്മൾ ഒത്തിരി നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കി ഒത്തിരി അധികാര സ്ഥാനങ്ങളിലൊക്കെ ഇരുന്നു. പക്ഷെ കർത്താവ് പറയുകയാണ്, ഏറ്റവും അവസാനം നിന്റെ ആത്മാവ് നഷ്ടമായാൽ
ഇതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഒരു പ്രയോജനവുമില്ല. ഒത്തിരി ഒരു ധനികന് വീണ്ടും അവന്റെ സമ്പത്ത് വർദ്ധിക്കുമ്പോൾ അവനിങ്ങനെ ചിന്തിക്കുകയാണ്, അതൊക്കെ സുവിശേഷത്തിലുള്ളതാണ്, ഞാൻ എൻ്റെ കളപ്പുരകൾ പൊളിച്ച് വലുതാക്കും, അതിനകത്ത് ഇതെല്ലാം സ്റ്റോർ ചെയ്ത് വെക്കും. എന്നിട്ട് പിന്നെ അദ്ദേഹത്തോട് തന്നെ പറയുകയാണ്, ആ തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക, ഇഷ്ടം പോലെ ഉണ്ടല്ലോ എന്ന് പറയുമ്പോൾ കർത്താവ് അവനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, മൂടാ, ഈ ആത്മാവിനെ ഞാൻ നിന്നോട് ചോദിച്ചാൽ നീ ഒരുക്കി വെച്ചത് ആർക്കായിരിക്കും? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിത്യജീവൻ സമ്പാദിക്കേണ്ടതിന്റെ ആവശ്യകതയെ പറ്റിയാണ് കർത്താവ് നമുക്ക് വെളിപ്പെടുത്തുന്നത്. അതുകൊണ്ട് ഈ ലോക ജീവിതത്തിലായിരിക്കുമ്പോൾ നിത്യജീവൻ മുറുകെ പിടിക്കുവാനായിട്ട് ശ്രദ്ധിക്കണം. പണമോ അധികാരമോ നമ്മുടെ വിദ്യാഭ്യാസ യോഗ്യതകളോ മറ്റൊന്നും അതിലേക്ക് നമ്മെ നയിക്കുകയില്ല. എന്നാൽ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ അതെല്ലാം വേണം, പക്ഷെ അതൊന്നും അതിലേക്ക് നയിക്കില്ല. അതിന് അടിസ്ഥാനപരമായി വിശ്വാസവും വിശുദ്ധിയും ദൈവശരണവും എളിമയൊക്കെ ഉള്ള ജീവിതം നമുക്ക് ഉണ്ടാകണം. അത് ഇതിന്റെ കൂടെ നമ്മൾ നേടിയെടുക്കുവാനായിട്ട് പരിശ്രമിക്കണം. അതിനുശേഷം യേശു 27-ാമത്തെ വാക്യം, മനുഷ്യപുത്രൻ തന്റെ പിതാവിന്റെ മഹത്വത്തിൽ തന്റെ ദൂതന്മാരുമായി വരും, അപ്പോൾ അവൻ ഓരോരുത്തരും അവനവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം പകരം നൽകും. മനുഷ്യപുത്രൻ തന്റെ രാജ്യത്തിൽ വരുന്നത് കാണുവോളം മരണം ആസ്വദിക്കാത്തവർ ചിലർ ഈ നിൽക്കുന്നവരിൽ ഉണ്ട് എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. അതായത് യേശു തന്റെ രണ്ടാമത്തെ വരവിനെ പറ്റി, അന്ത്യനാളിൽ സംഭവിക്കേണ്ട കാര്യങ്ങളെ പറ്റിയാണ് പറയുന്നത്. മനുഷ്യപുത്രൻ തന്റെ പിതാവിന്റെ മഹത്വത്തിൽ തന്റെ ദൂതന്മാരുമായി വരും. വിശുദ്ധ മത്തായി 25-ലൊക്കെ അതിനെപ്പറ്റി പറയുന്നുണ്ട്. പലയിടങ്ങളിൽ, പ്രത്യേകിച്ച് കൊരിന്ഥി ലേഖനത്തിൽ പറയുന്നുണ്ട്, പല ലേഖനങ്ങളിലും പൗലോസ്ലീഹായിലൂടെയും പത്രോസ്ലീഹായിലൂടെയും ഒക്കെ ദൈവം ഈ മുന്നറിയിപ്പ് തരുന്നുണ്ട്. അതുകൊണ്ട് ഓരോരുത്തരും അവനവന്റെ പ്രവർത്തിക്ക് തക്കവണ്ണം പകരം നൽകും. അതുകൊണ്ട് നമ്മുടെ പ്രവർത്തികളെല്ലാം നമ്മൾ തന്നെ പരിശോധിച്ച് അതിലെ തെറ്റുകൾ കണ്ടെത്തി അത് കുമ്പസാരത്തിൽ ഏറ്റുപറഞ്ഞ് അത് ആവർത്തിക്കാതിരിക്കാനായിട്ട് പരിശ്രമിക്കണം. 28-ാമത്തെ വാക്യം, അത് കുറച്ചൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു വാക്യാണ്. മനുഷ്യപുത്രൻ തന്റെ രാജ്യത്തിൽ വരുന്നത് കാണുവോളം മരണം ആസ്വദിക്കാത്തവർ ചിലർ ഈ നിൽക്കുന്നവരിൽ ഉണ്ട് എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. എന്നോട് ഈ നമ്മുടെ ഇടവകയിൽ തന്നെയുള്ള ഒരു ആന്റി എന്നോട് ഇത് ഒരിക്കൽ വിളിച്ച് ചോദിച്ചായിരുന്നു, അച്ഛാ ഇത് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഞാനത് നേരത്തെ നോക്കിയത് കൊണ്ട് എനിക്ക് അതിനെപ്പറ്റി ചെറിയൊരു ബോധ്യം കിട്ടി. അത് നമ്മൾ ഈ 17-ാം അധ്യായം എടുത്ത് വായിച്ച് അതിന്റെ ആദ്യ ഭാഗം വായിക്കുമ്പോൾ തന്നെ അറിയാം. അതായത് മറുരൂപ പെരുന്നാള് ഇല്ലേ, അതിന്റെ ഒരു സാഹചര്യമാണ്. പത്രോസും യാക്കോബും യോഹന്നാനെയും കൂട്ടി യേശു ഒരു ഉയർന്ന മലയിലേക്ക് പോയി രൂപാന്തരപ്പെട്ടു. അതായത് യേശു രണ്ടാമത് വരുമ്പോൾ യേശുവിന്റെ മഹത്വം എങ്ങനെയാണോ അങ്ങനെ ആ ഒരു മഹത്വം ദർശിക്കാനുള്ള ഒരു സാഹചര്യം പത്രോസിനും യാക്കോബിനും യോഹന്നാനും അതിന് ഇത് പറഞ്ഞതിന് ഏതാണ്ട് അടുത്ത ദിവസങ്ങളിൽ തന്നെ അതിനൊരു ഭാഗ്യം ലഭിച്ചു. അതുകൊണ്ടാണ് യേശു പറയുന്നത്, മനുഷ്യപുത്രൻ തന്റെ രാജ്യത്തിൽ വരുന്നത് കാണുവോളം മരണം ആസ്വദിക്കാത്തവർ ചിലർ ഈ നിൽക്കുന്നവരിൽ ഉണ്ട് എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. അതായത് ലോകാവസാനത്തോളം ഇത് താഴത്തേക്ക് ചേർത്ത് വായിച്ചില്ലെങ്കിൽ യേശു പറയുന്നത് ഇങ്ങനെയാണെന്ന് തെറ്റിദ്ധരിച്ചു പോകും. അതായത് ലോകാവസാനത്തോളം ഈ നിൽക്കുന്ന ആളുകളിൽ ചിലര് മരിക്കാതെ ഇവിടെ ജീവിക്കും എന്നുള്ള ഒരു ധ്വനി അതിനകത്തുണ്ട്. എന്നാൽ അതല്ല പ്രിയപ്പെട്ടവരെ, യേശുവിന് അറിയാലോ ഇനി എന്താ സംഭവിക്കാൻ പോകുന്നത്. യേശു തന്റെ ദൈവത്വം, അതായത് രണ്ടാമത് വരുമ്പോ എങ്ങനെയായിരിക്കുമോ അത് യേശു പത്രോസിനും യാക്കോബിനും യോഹന്നാനും വെളിപ്പെടുത്തി. അത് യേശുവിന് നേരത്തെ അറിയാവുന്നത് കൊണ്ടാണ് ഈ നിൽക്കുന്നവരിൽ ചിലർ അത് കണ്ടിട്ടേ മരിക്കുകയുള്ളൂ എന്ന് യേശു പറയുകയാണ്. അതോടുകൂടെ ഈ അധ്യായം അവസാനിക്കുകയാണ്. അടുത്തത് 47-ാം സങ്കീർത്തനം. 47-ാം സങ്കീർത്തനം കോരഹപുത്രന്മാരുടെ ഒരു സങ്കീർത്തനം എന്നാണ് അവിടെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. അതിന്റെ മുകളിൽ ഇതിന് ഒരു യുഗാന്ത്യ പ്രത്യാശയും അതോടൊപ്പം തന്നെ പ്രത്യേകിച്ച് നമ്മളിപ്പോ ഈ സുവിശേഷവുമായിട്ട് നല്ല ബന്ധമുള്ള ഒരു ഇന്നത്തെ സുവിശേഷ ഭാഗവുമായി ഈ സങ്കീർത്തനത്തിന് നല്ലൊരു ബന്ധമുണ്ട്. കാരണം ഇത് നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. യുഗാന്ത്യ അനുഭവത്തിന്റെ ഒരു പ്രവചനമായിട്ട് നമുക്ക് ഇതിനെപ്പറ്റി വായിച്ചു വരുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. അത് മൊത്തം ഒന്ന് വായിക്കാമോ? 47-ാം സങ്കീർത്തനം. സകല ജാതികളുമായുള്ളവരെ കൈകൊട്ടുവിൻ, ജയഘോഷത്തോടെ ദൈവസന്നിധിയിൽ ആർക്കുവിൻ. അത്യുന്നതനായ യഹോവ ഭയങ്കരൻ,
അവൻ സർവഭൂമിക്കും മഹാരാജാവാകുന്നു. അവൻ ജാതികളെ നമ്മുടെ കീഴിലും വംശങ്ങളെ നമ്മുടെ കാൽ കീഴിലുമാക്കുന്നു. അവൻ നമുക്ക് നമ്മുടെ അവകാശത്തെ തിരഞ്ഞെടുത്തു തന്നു. താൻ സ്നേഹിച്ച യാക്കോബിന്റെ ശ്ലാഘ്യഭൂമിയെ തന്നെ ദൈവം ജയഘോഷത്തോടും യഹോവ കാഹളനാദത്തോടും കൂടെ ആരോഹണം ചെയ്യുന്നു. എന്നാൽ ഞാൻ നിന്നെ ശാസിച്ചു, നിന്റെ കണ്ണിന് മുമ്പിൽ അവയെ നിരത്തിവെക്കും. ദൈവത്തെ മറക്കുന്നവരെ ഓർത്തുകൊള്ളുവിൻ, അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ കീറിക്കളയും. വിടുവിക്കുവാൻ ആരുമുണ്ടാകുകയുമില്ല. സ്തോത്രം എന്ന യാഗം അർപ്പിക്കുന്നവൻ എന്നെ വേറെ കണ്ടുപോയി രണ്ട് പേജ് ഒന്നിച്ചെടുത്ത് കാണും കേട്ടോ. അതായിരിക്കാം. അതാണ് 2 പേജ് ഒന്നിച്ച്. 5-ാമത്തെ വാക്യം, ദൈവം ജയഘോഷത്തോടും യഹോവ കാഹളനാദത്തോടും കൂടെ ആരോഹണം ചെയ്യുന്നു. ദൈവത്തിന് സ്തുതി പാടുവേൻ, സ്തുതി പാടുവേൻ. നമ്മുടെ രാജാവിന് സ്തുതി പാടുവേൻ, സ്തുതി പാടുവേൻ. ദൈവം സർവഭൂമിക്കും രാജാവാകുന്നു. ഒരു ചാതുര്യ കീർത്തനം പാടുവേൻ. ദൈവം ജാതികളെ ഭരിക്കുന്നു. ദൈവം തന്റെ വിശുദ്ധ സിംഹാസനത്തിൽ ഇരിക്കുന്നു. വംശങ്ങളുടെ പ്രഭുക്കന്മാർ അബ്രഹാമൻ ദൈവത്തിന്റെ ജനമായി ഒന്നിച്ചു കൂടുന്നു. ഭൂമിയിലെ പരിചകൾ ദൈവത്തിനുള്ളവയെ അല്ലോ, അവൻ ഏറ്റവും ഉന്നതനായിരിക്കുന്നു. നമ്മൾ ശരിക്കും വേദപുസ്തകത്തെ ഒന്ന് ചെറുതായിട്ടൊന്ന് സംഗ്രഹിച്ച് പഠിച്ചാൽ അത് ഇതിനകത്ത് കിടപ്പുണ്ട്. അതായത് ആദ്യം സകല ജാതികളുമായുള്ളവരെ എന്ന് പറഞ്ഞ് സകല മനുഷ്യരെയും വിളിക്കുന്നതാണ് കാണുന്നത്. പിന്നീട് അതിനകത്ത് നമുക്ക് കാണാം 5-ാമത്തെ വാക്യം 4-ാമത്തെ വാക്യം ഇങ്ങനെയാണ്, അവൻ നമുക്ക് നമ്മുടെ അവകാശത്തെ തിരഞ്ഞെടുത്ത് തന്നു. താൻ സ്നേഹിച്ച യാക്കോബിന്റെ ശ്ലാഘ്യ ഭൂമിയെ തന്നെ. അതായത് പിന്നീട് നമുക്കറിയാം ഉൽപ്പത്തി പുസ്തകത്തിൽ ആദ്യ ഭാഗം എല്ലാവരെയും ഉൾപ്പെടുത്തിയാണ് പോകുന്നത്. പിന്നീട് ദൈവം ആരെ തിരഞ്ഞെടുക്കുന്ന? അബ്രഹാമിന്റെ സന്തതിയിലൂടെ ലോകവ്യാപകമായിട്ട് രക്ഷ ഒരുക്കുകയാണ്. അതായത് അതാണ് ഇവിടെ പറയുന്നത്, അവൻ നമുക്ക് നമ്മുടെ അവകാശത്തെ തിരഞ്ഞെടുത്തു തന്നു. താൻ സ്നേഹിച്ച യാക്കോബിന്റെ ശ്ലാഘ്യ ഭൂമിയെ തന്നെ എന്ന് പറയുന്നു. പിന്നീട് ദൈവം ജയഘോഷത്തോടും യഹോവ കാഹളനാദത്തോടും കൂടെ ആരോഹണം ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ സ്വർഗാരോഹണ പെരുന്നാളിൽ പല ക്രൈസ്തവ സഭകളും ഈ നമ്മുടെ സഭയിൽ പ്രത്യേകിച്ച് ഉപയോഗിക്കുന്നില്ല, പക്ഷെ പല ക്രൈസ്തവ സഭകളിലും ഈ ഒരു സങ്കീർത്തനം ഉപയോഗിക്കുന്നുണ്ട്. അതിനുശേഷം ഏറ്റവും അവസാനം വായിക്കുമ്പോൾ നമുക്ക് കണ്ടെത്താൻ സാധിക്കും, ദൈവം ജാതികളെ ഭരിക്കുന്നു. ദൈവം തന്റെ വിശുദ്ധ സിംഹാസനത്തിൽ ഇരിക്കുന്നു. വംശങ്ങളുടെ പ്രഭുക്കന്മാർ അബ്രഹാമിൻ ദൈവത്തിന്റെ ജനമായി ഒന്നിച്ചു കൂടുന്നു. ഭൂമിയിലെ പരിചകൾ ദൈവത്തിനുള്ളവയല്ലോ, അവൻ ഏറ്റവും ഉന്നതനായിരിക്കുന്നു. അതുകൊണ്ടാണ് ഇത് ഒരു യുഗാന്ത്യ ചിന്തകൾ തരുന്ന സങ്കീർത്തനമാണെന്ന് പറയുന്നത്. കാരണം ഇത് യേശുക്രിസ്തു വന്ന് ന്യായം വിധിക്കുന്നതിനെ പറ്റി അങ്ങനെ ഒരു സൂചന ഇതിനകത്തുണ്ട്. ദൈവം തന്റെ വിശുദ്ധ സിംഹാസനത്തിൽ ഇരിക്കുന്നു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ അത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതായത് യേശു ആകാശമണ്ഡലത്തിൽ തന്റെ സിംഹാസനത്തിൽ ഇരിക്കുകയും വലത്തും ഇടത്തും ആളുകളെ നിർത്തി ന്യായം വിധി നടത്തുകയും ചെയ്യുമെന്ന് പറയുന്നുണ്ട്. അത് തന്നെ അതിന്റെ ഒരു പ്രവചനപരമായിട്ട് പറയുന്ന ഒരു സങ്കീർത്തന ഭാഗമാണ് ഇത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ സങ്കീർത്തനത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ടവരുടെയും അല്ലാത്തവരുടെയും ഒക്കെ രക്ഷ പ്രകീർത്തിക്കുന്ന ഒരു സങ്കീർത്തനമാണ്. യേശുവിന്റെ ന്യായ വിധിയെ പറ്റിയുള്ള സൂചനകൾ തരുന്ന ഒരു സങ്കീർത്തനമാണ്. ദൈവം എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. കാരുണ്യവാനായ ദൈവമേ, അനുഗ്രഹങ്ങളും കൃപകളും ധാരാളമായിട്ട് ചൊരിഞ്ഞു തന്ന ഈ സന്ധ്യയിൽ ദൈവമേ, അങ്ങയുടെ നാമത്തിന് സ്തുതിയും സ്തോത്രവും ആരാധനയും നന്ദിയും അടിയങ്ങൾ അർപ്പിക്കുന്നു. കേൾപ്പിച്ച വചനപ്രകാരം ദൈവമേ ജീവിക്കുവാനും അങ്ങയെ മഹത്വപ്പെടുത്തി നിലകൊള്ളുവാനും ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങ് സഹായിക്കണമേ. പരിശുദ്ധ ദൈവമാതാവിന്റെ ജനന പെരുന്നാളിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന ഈ നാളുകളിൽ പരിശുദ്ധ അമ്മയുടെ വലിയ മാധ്യസ്ഥത്താൽ ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങ് സംരക്ഷിക്കുകയും കോട്ട കെട്ടി ഞങ്ങളെ കാത്തു പരിപാലിക്കുകയും ചെയ്യണമേ. കർത്താവെ, അമ്മയുടെ മാധ്യസ്ഥത്താൽ അമ്മയെ പോലെ ഉള്ള ഒരു വിശുദ്ധ ജീവിതത്തിന്റെ ഉടമകളാക്കി ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് രൂപാന്തരപ്പെടുത്തണമേ. അപ്പോസ്തലന്മാരോട് നിങ്ങളിപ്പോഴും തിരിച്ചറിയുന്നില്ലയോ എന്ന് അവിടുന്ന് ചോദിക്കുന്നുണ്ട്. അത് വിശ്വാസം ആയിട്ടില്ലയോ എന്നുള്ള ചോദ്യമാണ്. ദൈവമേ, ഞങ്ങൾക്കും ഇപ്പോഴും പലതിലും വിശ്വസിക്കാനും ആഴപ്പെട്ട് ശരണപ്പെടാനും ഞങ്ങൾക്ക് കഴിയുന്നില്ല. ആകയാൽ ദൈവമേ,
അപ്പോസ്തലന്മാർ പ്രാർത്ഥിച്ചതുപോലെ ഞങ്ങളും പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിച്ച് ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. പരീശന്മാരെയും സാധുക്യന്മാരെയും പോലെ അവിശ്വാസത്തിന്റെ വക്താക്കളായി അങ്ങയെ പരീക്ഷിച്ച് ദൈവമേ ഞങ്ങളിൽ നിന്ന് അകന്നു പോകുന്ന സാഹചര്യം ഉണ്ടാവാതെ ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ, പരിപാലിക്കണമേ. എല്ലാ കൃപകൾക്കും ദാനങ്ങൾക്കും ഒരിക്കൽ കൂടെ നന്ദി അർപ്പിക്കുന്നു. ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന എല്ലാവരെയും കുടുംബമായിട്ട് അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഇടവകയെയും ഇടവകയിൽ എല്ലാ കുടുംബങ്ങളെയും അവിടുത്തെ കൃപയിൽ പരിപാലിക്കണമേ. നാളത്തെ വിശുദ്ധ ബലിയിലേക്ക് ഞങ്ങളെ ഒരുക്കണമേ. ആയത് പിതാവിന്റെയും പുത്രന്റെയും ജീവനുള്ള പരിശുദ്ധ റൂഹായുടെയും നാമമഹത്വത്തിനായിട്ട് തന്നെ ആമേൻ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.